ചെയ്യരുത്. പിന്നെ ഞാൻ റൂള് പറഞ്ഞു തരുന്നതേ ഉള്ളൂ. പ്ലീസ്, അത് എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് അറിഞ്ഞിരിക്കണം. ചില സമയത്ത് നമ്മളിത് പ്രയോഗിക്കേണ്ടി വരും. അപ്പൊ നമ്മൾക്കറിയാം, യുദ്ധത്തില് ഇപ്പൊ തന്നെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ലോകത്ത് നടക്കുന്ന 3 പ്രധാന ഇഷ്യൂസ് റീസെന്റ് IAS ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം അത്. ഒന്ന് കൊറോണ പറഞ്ഞു, രണ്ടാമത്തെ പറഞ്ഞു ഉക്രൈനും മറ്റേ സോവിയറ്റ് യൂണിയനും തമ്മിൽ യുദ്ധം പറഞ്ഞു, മൂന്നാമത്തെ പറഞ്ഞ് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുകയറ്റം. ഇതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇപ്പം ആരെങ്കിലും അണുബോംബ് വിടുവോ അല്ലെങ്കിൽ അങ്ങനൊന്നും ചെയ്തില്ല എന്ന് പറയുന്നത്. ഇതൊരു ഒരു ബ്രഹ്മാസ്ത്രമാണ്. ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു ഹംബിൾ സജഷൻ, എൻ്റെ ഒരു എളിയ സജഷൻ. അപ്പൊ എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരാൾക്ക് ലേറ്റ് ആകാവുന്ന മാക്സിമം സമയം ഗ്രേസ് ടൈം പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാം 10 minutes ആണ്. പിന്നെ നമുക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്, നമുക്ക് വിത്ത് പെർമിഷൻ. ഇപ്പൊ നമുക്ക് പെർമിഷൻ കൊടുക്കാം, 1 hour ആണ് പെർമിഷൻ കൊടുക്കാവുന്നത്. അപ്പൊ 1 hour വരെ അവർക്ക് ലേറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ലേറ്റ് ആവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ 1 hour വരെ കൊടുക്കാം, മാക്സിമം ആണ് 1 hour ഞാൻ പറഞ്ഞത്. പക്ഷെ വിത്തൗട്ട് പെർമിഷൻ 3 ലേറ്റ് അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ 10 minute കഴിഞ്ഞാൽ വരച്ചു വെക്കണം, പിന്നെ ലേറ്റ് ടൈം വെച്ചൊക്കെ ഒപ്പിടണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ 3 ലേറ്റ് അറ്റൻഡൻസ് വന്നാൽ ഒരു ക്യാഷ് ലീവ് എടുക്കണം, ഫോർഫിറ്റ് ചെയ്യും. അപ്പൊ 3 ലേറ്റ് അറ്റൻഡൻസിനാണ് ഒരു ക്യാഷ് ലീവ് പോകുന്നത്. അപ്പൊ ഒരാള് ഒരു 15 ലേറ്റ് അറ്റൻഡൻസ് വന്നു പോയാൽ 5 ക്യാഷ് ലീവ് അയാൾക്ക് നഷ്ടപ്പെടും. ഇങ്ങനൊന്നും ആരും ചെയ്യരുത്. ഇത് ഞാൻ നിയമം പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം ഒരു ക്യാഷ് ലീവ്. ഇനി ലേറ്റ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് നമ്മൾ മാർക്ക് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ 3 days. അപ്പം ഇതിനെല്ലാം പുറമെ ഇപ്പൊ ക്യാഷ് ലീവ് ഇല്ലാത്തവർ എന്ത് ചെയ്യും? പിന്നെ ലേറ്റ് ആയാലും എന്ത് ചെയ്യും? അവിടെ പറയുന്നുണ്ട് നിയമ നടപടി എടുക്കാം. ക്ലാസിഫിക്കേഷൻ, കേരള സിവിൽ സർവീസസ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസ് പ്രകാരം അവർക്ക് ലീവ് ഒന്നും ഇല്ലെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനൊന്നും ആരും നടപടിക്കൊന്നും പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മൾ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ എല്ലായിടത്തും പറഞ്ഞു, നമ്മളെ ഡിപ്പാർട്ട്മെന്റിനെ 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്. വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 15 ക്യാഷ് ലീവും നോൺ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ 20 ക്യാഷ് ലീവുമാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. പിന്നെ കോമ്പൻസേഷൻ ലീവൊക്കെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വിശദമായിട്ടും അത്യാവശ്യം വേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞു വന്നു. അപ്പൊ കാഷ്വൽ പർപ്പസിന് വേണ്ടിയാണ് കാഷ്വൽ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ദാറ്റ് ലീവ് വിൽ ബി ട്രീറ്റഡ് ആസ് ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു എക്സ്ട്രോർഡിനറി ലീവായിട്ട് നമ്മൾ കാണുന്നത്. ഒന്നുകൂടെ പറയാം. അപ്പൊ ലേറ്റ് അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ ഗ്രേസ് ടൈം 10 minutes. പലർക്കും സംശയമായിരുന്നു ഇത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ലേറ്റ് അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ റൂൾ 14 അത് പ്രത്യേകം പറയുന്നുണ്ട്. 10 minute ആണ് ഗ്രേസ് ടൈം. 1 മണിക്കൂർ വരെ ലേറ്റ് ആവാം. വിത്ത് പെർമിഷൻ ആണ്, മാക്സിമം ആണത്. എന്ന് പറയുമ്പോൾ വിത്തൗട്ട് പെർമിഷൻ 3 ലേറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ക്യാഷ് ലീവ് നഷ്ടപ്പെടും. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഡൈസ് നോൺ. 14A അത് പറയുന്നത്. ഡൈസ് നോൺ എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ നോ വർക്ക് നോ പേ എന്നാണ് അർത്ഥം. അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിക്കും. ഡൈസ് നോൺ മീൻസ് നോ വർക്ക് നോ പേ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം നമുക്ക് ശമ്പളമില്ല. ദാറ്റ് മീൻസ് an employee shall not eligible for the pay and allowances. അപ്പൊ ആ പീരീഡ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പീരീഡ് എങ്ങനെയാണ് നമുക്ക് പരിഗണിക്കുന്നത്? ദ പീരീഡ് ഷാൽ ബി കൗണ്ടഡ് ഫോർ ഇൻക്രിമെന്റ് ആൻഡ് ഹാഫ് പേ ലീവ്. പക്ഷേ പ്രൊബേഷന് ആ പീരീഡ് കൂട്ടത്തില്ല. പിന്നെ ഡൈസ് നോൺ എലിജിബിൾ ലീവായിട്ട് കൺവേർട്ട് ചെയ്യാറുണ്ട്. അത് ഗവൺമെന്റ് എന്താണോ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ചാണ് ഈ ഡൈസ് നോൺ ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അത് ഒന്നുകൂടെ അത് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു. ഇനിയും ഡൈസ് നോൺ മീൻസ് നോ വർക്ക് നോ പേ. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യങ്ങൾ, ഇപ്പൊ ഡോക്ടർമാരുടെ ഇടയിൽ ഒരുപാട് പേര് രാജിവെക്കാറുണ്ട്. പല കാരണങ്ങളാണ്. കുറച്ച് ഒരു മണിക്കൂർ മുമ്പേ ഒരാൾ എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു, സാർ രാജിവെക്കാനുള്ള നടപടികൾ എന്തൊക്കെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ ഒന്ന് അന്നേരമാണ് ഓർത്തത്. അതും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞു, ഞാൻ രാജിവെക്കരുതെന്ന് തന്നെയാണ് അഡ്വൈസ് കൊടുത്തത്. അല്ലാതെ പരിഹരിക്കാനുള്ള മാർഗങ്ങളും മറ്റ്
പല പല ബുദ്ധിമുട്ടുകളാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് കുടുംബ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്, പിന്നെ ഇതിനെല്ലാം പുറമെ നമ്മുടെ മക്കളുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾക്ക് ഒരുപാട് എല്ലാവരും പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു 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 എൻവയോൺമെന്റിലാണ് എല്ലാവരും ജീവിക്കുന്നത്. പിന്നെ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. റീസെന്റ്ലി തന്നെ ഒരു വലിയ സംഭവം തന്നെ നമ്മൾ കണ്ടതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നൊരു സംഭവത്തിനെ കുറിച്ച് നമുക്ക് എല്ലാവരും നമ്മൾ വിവിധ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. അപ്പൊ അവിടെയാണ് ഒരാൾ രാജിവെക്കുന്നു എന്ന് പറയുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ രാജി എന്ന് ഉദ്ദേശിക്കുന്നത് ജോലി ചെയ്യാൻ മനസ്സില്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ സേവനത്തിൽ തുടരാൻ അനുവദിക്കുന്നത് സർക്കാർ താല്പര്യങ്ങൾക്ക് അനുസൃതമല്ല. എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാൻ താല്പര്യമില്ല, ജോലി ചെയ്യാൻ മനസ്സില്ല, അയാള് സർക്കാർ താല്പര്യം എന്ന് പറയുമ്പോൾ വി ആർ ദ ട്രസ്റ്റീസ് ടു ദ ഗവൺമെന്റ്. ഈച്ച് ഗവൺമെന്റ് എംപ്ലോയി ഈസ് എ ട്രസ്റ്റ്. നമ്മളെല്ലാം വിശ്വസ്തരാണ്, ഗവൺമെന്റിന്റെ വിശ്വസ്തരാണ്. ഇപ്പൊ ഗവൺമെന്റിന്റെ വിശ്വസ്തർ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളുടെ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ബാധ്യസ്ഥതയുള്ള ഒരു വിഭാഗമാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അത് ഇപ്പൊ ഡോക്ടർ കൊടുക്കുന്ന ഒരു മരുന്ന് വിശ്വസിച്ചാണ് കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അങ്ങനെ ഒരാൾക്ക് എന്ന് പറയുമ്പോൾ മനസ്സില്ല എന്ന് പറയുമ്പോൾ എന്താണ്? സർക്കാർ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ പിന്നെ മാത്രമല്ല, ഇതിനകത്ത് മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഒരാൾ പ്രധാനപ്പെട്ട ഏതെങ്കിലും ചുമതലയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ രാജി സമർപ്പിച്ചാൽ, പ്രധാനപ്പെട്ട ഒരു ചുമതലയിൽ ഹീസ് ഹോൾഡിങ് ആൻ ഇമ്പോർട്ടന്റ് പോസ്റ്റ്, അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റ് നികത്തുന്നതിന് ടൈം എടുക്കുമ്പോൾ അവിടുത്തെ വർക്ക് സ്മൂത്തൻ ചെയ്ത് പോകണമെങ്കിൽ ആ രാജി ഉടനെ സ്വീകരിക്കാൻ പാടില്ല. ഒന്നുകൂടെ ഞാൻ പറയാം. ഒരു ഇമ്പോർട്ടന്റ് പോസ്റ്റിൽ ഇരിക്കുന്ന ഒരാൾ, ഫോർ എക്സാമ്പിൾ റീസെന്റ് ഒരു ജഡ്ജ് രാജി കൊടുക്കും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരാൾ കൊടുത്തിട്ട് രാജി കൊടുത്താൽ ഉടനെ അങ്ങ് സ്വീകരിക്കത്തില്ല. ഒരു ഇമ്പോർട്ടന്റ് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഇമ്പോർട്ടന്റ് എന്നുള്ള വാക്കിൽ തന്നെ ഇറ്റ് ഹാസ് ഗോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അവിടെയാണ് അത് ഉടനെ അപ്പൊ അങ്ങനെ ഒരു പോസ്റ്റ് നികത്തുന്നതിന് കാലതാമസം വേണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ തന്നെ ഒരു പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു DMO പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു DMO രാജിവെക്കാൻ പോകും. ഉടൻ തന്നെ ഒരു DMO പോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ വേണം? DPC കൂടണം, എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ തെരഞ്ഞെടുക്കണം, മാത്രമല്ല അതിന് അനന്തര നടപടികളുണ്ട്, സെലക്ട് ലിസ്റ്റ് ഉണ്ടാക്കണം, ഗസറ്റ് നോട്ടിഫിക്കേഷൻ വേണം, പിന്നെ മാത്രമല്ല ഇതിന് മറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്യണം, മറ്റ് കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? പെട്ടെന്ന് രാജി സ്വീകരിക്കാൻ പാടില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞ്? അങ്ങനെ വരുമ്പോൾ മറ്റ് രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് അറേഞ്ച്മെന്റ്സ് ചെയ്തതിന് ശേഷം മാത്രമേ രാജി സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ രാജി പ്രാബല്യത്തിൽ വരുന്ന തീയതി എന്ന് മുതലാണെന്ന്. അപ്പൊ അത് അനുവദിക്കുന്ന അന്ന് മുതലാണ്. എന്നാണോ ഈ രാജി അനുവദിച്ചിരിക്കുന്നത്, ഇന്ന് മുതൽ നിങ്ങൾ രാജിവെക്കുക. പിന്നെ അയാൾക്ക് സർക്കാർ സർവീസിൽ തുടരുന്നതിനോ സർക്കാരിന്റെ ഒരു കാര്യത്തിൽ ഇടപെടുന്നതിനോ അധികാരമോ അവകാശമോ ഇല്ല. അതും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ഡേറ്റ് ഓഫ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഈ രാജി എന്നാണോ സ്വീകരിച്ചിരിക്കുന്നത്, അലൗ ചെയ്തിരിക്കുന്നത്, അന്ന് മുതലാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചിലരൊക്കെ പെട്ടെന്നൊരു ആവേശത്തിന്റെ പുറത്ത് രാജി കൊടുക്കും. അപ്പൊ ഈ രാജി കൊടുത്തു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഈ പറയുന്ന പോലെ ചിലര്, ഇപ്പൊ ഞാൻ കോടതിയിലൊക്കെ ജോലി ചെയ്യുന്ന ചില പറയുന്നത് നമ്മൾ ആ ഒരു ആവേശത്തില് എന്തെങ്കിലും എടുത്തു ചാടി, മനുഷ്യരല്ലേ, അപ്പൊ എടുത്തു ചാടി പെട്ടെന്ന് രാജി കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്നില്ല, പണ്ടില് ഞാനൊരു തമാശ രൂപത്തിൽ പറയുക, നമ്മുടെ സലീം കുമാർ ആണോ കൊച്ചിൻ എനിഫിയാന്നോ പറയും, ഞാൻ എൻ്റെ രാജിക്കത്ത് തരുന്നെന്ന് പറഞ്ഞ സ്ക്രൂ ഡ്രൈവർ കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ നമുക്ക് അങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ രാജി കൊടുത്തു. അപ്പൊ രാജി നമുക്ക് അനുവദിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ പിൻവലിക്കാൻ അപേക്ഷ കൊടുക്കാം. ആ പിൻവലിക്കാൻ അപേക്ഷ കൊടുത്താൽ രാജി ആരാണോ നമ്മൾക്ക് അനുവദിക്കേണ്ടത് അവർക്ക് ഈ അപേക്ഷ സ്വീകരിക്കുന്നതിനോ നിരസിക്കുന്നതിനോ ഉള്ള അവകാശം കൂടെ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. രാജി വേണമെങ്കിൽ നമുക്ക് പിൻവലിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാളുടെ രാജി സ്വീകരിച്ച്
ഉദ്യോഗസ്ഥനെ റിലീവ് ചെയ്യുമ്പോൾ മാത്രമാണ് രാജി പ്രാബല്യത്തിൽ വരുന്നത്. മാത്രമല്ല ഇത് പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് അത് പിൻവലിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ആ രാജി സ്വീകരിക്കേണ്ട അധികാരിക്ക് അത് പിൻവലിക്കാൻ അനുവദിക്കാനോ അനുവദിക്കാതിരിക്കാനോ ഉള്ള അവകാശമുണ്ട്. അത് 65 ഒരു ജിയോ 98 65 പ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൊണ്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചിലപ്പോൾ ഈ തുടർച്ചയായിട്ട് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം വരും. ഇപ്പൊ നിങ്ങളുടെ ഇടയിൽ തന്നെ ഒരുപാട് പേര് തുടർച്ചയായിട്ട് ജോലിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം വന്നാൽ അവർക്കെതിരെ നടപടിയെടുക്കും. വേണമെങ്കിൽ ആ കാലയളവ് അവധിയായിട്ട് പരിഗണിച്ച് 5 വർഷം വരെ 5 വർഷം ഈ പറയുന്നത് പോലെ ആ ഒരു ഇതൊക്കെ വെച്ച് അവർക്ക് തിരിച്ച് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ വേണമെങ്കിൽ സർക്കാരിന് നിങ്ങളെ വിടുതൽ ചെയ്യാനും ഉള്ള അധികാരം ഉണ്ട്. അത് പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ രാജിയുടെ കാര്യം പറഞ്ഞു. ഒരാള് അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് അതിനൊരു ബ്രീത്തിങ് ടൈം കൊടുക്കും, ഒരു 3 months ടൈം കൊടുക്കും. സാധാരണഗതിയിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 3 മാസം സമയം കൊടുക്കും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, സർക്കാർ സർവീസിൽ ഒരാൾ ആദ്യമായിട്ട് പ്രവേശിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ നമ്മൾ സ്പാർക്കിൽ ചേരണം. അതിന് സ്പാർക്കിൽ ചേരുന്നതിനുള്ള ഫോം പറഞ്ഞിട്ടുണ്ട്. ഫോം നമ്പർ 15 ആണ് സ്പാർക്കിൽ ചേരാനുള്ള ഫോം പറയുന്നത്. ഫോം നമ്പർ 15 ഇത് അറിഞ്ഞിരിക്കണം. പിന്നെ നമ്മൾ മാത്രമല്ല, നമ്മൾ ചില ഡെപ്പോസിറ്റ് സ്കീംസിൽ ചേരണം. ഞാൻ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസിൽ ചേരണം, ഗ്രൂപ്പ് ഇൻഷുറൻസിൽ ചേരണം, ജനറൽ പ്രൊവിഡന്റ് ഫണ്ട് വേണമെങ്കിൽ ചേരണം. പിന്നെ ഓപ്ഷണലായ ഒരു സ്കീമുണ്ട്, ഓപ്ഷണലായ ഒരു നിക്ഷേപമുണ്ട്, ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്. അത് ഫാമിലി ബെനിഫിറ്റ് സ്കീമാണ്. ഫാമിലി ബെനിഫിറ്റ് സ്കീം, FBS. ഈ FBS എന്ന് പറയുന്നത് വേണമെങ്കിൽ മാത്രം ചേർന്നാൽ മതി. പിന്നെ ഗ്രൂപ്പ് പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസിലും കമ്പൽസറി ആയിട്ട് ചേർന്നിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ ഈ പറഞ്ഞ ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. പ്ലീസ് ചോദിക്കാം. തീർച്ചയായിട്ടും ചോദിക്കാം. ഐ തിങ്ക് നിങ്ങൾ എല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്ലീസ് ചോദിക്കാം. അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്സ്. നിങ്ങളെല്ലാം മറ്റ് എന്താ പറയുക, അഡീഷണൽ ചാർജുകൾ വഹിക്കാറുണ്ട്. ശരിയില്ലയോ? മാത്രമല്ല ഒരു ഉദ്യോഗസ്ഥൻ യെസ് സുനിത മാം, എനി ഡൗട്ട് പ്ലീസ്, എനിത്തിങ്? ഡൗട്ട്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ചാറ്റ് ബോക്സിൽ. ഞാൻ പറയാം സാറേ വന്നിട്ടുണ്ടെങ്കിൽ. കുഴപ്പമില്ല. അപ്പം ഞാൻ കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒന്നിലധികം ചുമതലകൾ വഹിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ ഒന്നിലധികം ഈ സിറ്റുവേഷൻസ് വരുമ്പോൾ അത് എങ്ങനെയാണ് അത് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള നമ്മൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്, അതിൽ എന്തൊക്കെയാണ് അഡീഷണൽ ചാർജ് ഉണ്ട്, ഫുൾ അഡീഷണൽ ചാർജ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അതായത് സ്വന്തം ജോലിക്ക് പുറമെ മറ്റൊരു തസ്തികയിലെ ജോലി പകരമായി ചെയ്യുക, ദാറ്റ് ഈസ് ഒഫിഷ്യേറ്റ് ഇൻ അനദർ പോസ്റ്റ്. അപ്പൊ ഒരു ചുമതല വഹിക്കുന്നതിനോടൊപ്പം തന്നെ വേറൊരു ചുമതലയും കൂടെ വഹിക്കുന്നു. മാത്രമല്ല സ്വന്തം ജോലിക്ക് പുറമെ ഒന്നോ അതിലധികമോ തസ്തികകളുടെ പൂർണ്ണമായ ചുമതല വഹിക്കുക, അങ്ങനെയും വരും. ഫുൾ അഡീഷണൽ ചാർജ് ഓഫ് 2 or more പോസ്റ്റ്. പിന്നെ ഇത് മാത്രമല്ല, സ്വന്തം ജോലിക്ക് പുറമെ ഒന്നോ അതിലധികമോ തസ്തികകളുടെ സാധാരണഗതിയിലുള്ള ദൈനംദിന കാര്യങ്ങൾ, ടു ഡിസ്ചാർജ് ഓൺലി ദ കറന്റ് ഡ്യൂട്ടീസ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഈ പറയുന്ന കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ഉദ്യോഗ
സങ്കലനം എന്ന് പറയും. കോമ്പിനേഷൻ ഒന്നിലധികം നമ്മൾ ഡ്യൂട്ടി ചെയ്യുക. അപ്പൊ അതിൽ നമ്മൾക്ക് ചില ഗുണങ്ങളൊക്കെ കിട്ടും. ഗുണങ്ങൾ പണ്ട് കുറച്ച് ഈ ചാർജ് അലവൻസ് കിട്ടുമായിരുന്നു. ഇപ്പോഴും 4% കിട്ടുന്നത്. നമ്മൾ ഏത് പോസ്റ്റിന്റെ ആണോ ചാർജ് വഹിക്കുന്നത് ആ പോസ്റ്റിലെ സ്കെയിലിലെ മിനിമം സ്കെയിലിലെ 4% കിട്ടും. അഡീഷണൽ ചാർജ് വഹിക്കുകയാണെങ്കിൽ അത് ഓരോ അഡീഷണൽ പോസ്റ്റിന്റെയും ഈ പറഞ്ഞ സെയിം പ്രൊസീജിയറിൽ 2% കിട്ടും. അത് ചാർജ് അലവൻസ് ആയിട്ടാണ് കിട്ടുന്നത്. ഈ ചാർജ് അലവൻസ് ഗസറ്റഡ് ഓഫീസർമാരുടെ ചാർജ് അലവൻസ് അക്കൗണ്ടന്റ് ജനറലിന്റെ പേ സ്ലിപ്പ് മുഖാന്തരം മാത്രമാണ് നമ്മൾക്കത് വാങ്ങാവുന്നത്, അല്ലെങ്കിൽ അത് അനുഭവിക്കാവുന്നത്. മറ്റുള്ളത് അതാത് ഓഫീസേഴ്സ് ആരാണോ അതിൽ നമ്മൾ പറയും ഈ DDO എന്നോ അല്ലെങ്കിൽ നമ്മളുടെ മേലധികാരിയോ അല്ലെങ്കിൽ ഹു ഈസ് എംപവേർഡ് ടു സാങ്ഷൻ എന്നുള്ള ആരാണോ അവര് സാങ്ഷൻ ചെയ്ത് ആ പൈസ നമ്മൾക്ക് കിട്ടുന്നതാണ്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഞാൻ അത് വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം പണ്ട് ഇതൊക്കെ 6%, പണ്ട് ആദ്യം ഒരു 10% പിന്നെ അത് 6%, പിന്നെ അത് 4%. വളരെ കാരണം എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞാല് അതിനകത്ത് വേറൊരു കാരണമുണ്ട്. ഇപ്പോഴൊക്കെ പണ്ടൊക്കെ ഉള്ള ശമ്പള സ്കെയിൽ എന്ന് പറഞ്ഞാൽ 100 രൂപ, 200 രൂപ, 500 രൂപ അങ്ങനെയൊക്കെയാണ് ശമ്പള സ്കെയിൽ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളിപ്പോ 1.5 ലക്ഷം 2 ലക്ഷം ഒക്കെ ശമ്പളം വാങ്ങിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ മുൻഗാമികള് 1000, 2000, 1500 ആ നിലയിലാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ ഞാൻ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു, പ്രൊവിഡന്റ് ഫണ്ട് എല്ലാവരും മിനിമം 6% എങ്കിലും ബേസിക് പേയുടെ നിക്ഷേപിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതും ക്വസ്റ്റ്യൻ ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. മാക്സിമം ഇടാവുന്നത് ഈക്വൽ ടു ബേസിക് പേ ആണ് നമുക്ക് ഇടാവുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടതും നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ടതുമാണ്. അപ്പൊ അത് വ്യക്തമായിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യവുമാണ്. ഞാൻ ഒന്നുകൂടി പറയാം. ചാർജ് അലവൻസ് ഇപ്പോഴും 4%. എന്താണെന്ന് പറയാം, ഏത് പോസ്റ്റാണോ നമ്മൾ വഹിക്കുന്നത് ആ പോസ്റ്റിലെ ശമ്പള സ്കെയിലിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിലെ ആ ബേസിക് പേയുടെ 4% കിട്ടും. പിന്നെ ഓരോ അഡീഷണൽ പോസ്റ്റ്, ഒന്നിൽ കൂടുതൽ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ 2% അഡീഷണൽ കൂടി കിട്ടും. അത്രയും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി. ഇതാണ് പ്രധാനപ്പെട്ടത്. ഇനി ഞാൻ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾക്കും സമയമില്ല, ഈ പറയുന്ന പോലെ എല്ലാവരും ഉള്ള സമയം മെനക്കെട്ടിട്ടാണ് അത് ഞാൻ ഒരേ തസ്തിക ഒരേ ഓഫീസിൽ വഹിക്കുകയാണെങ്കിൽ ചാർജ് അലവൻസ് കിട്ടത്തില്ല. അതും കറക്റ്റ് സത്യമാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഒരേ പോസ്റ്റിൽ ഇരിക്കുന്ന ഇപ്പൊ ഒരു മെഡിക്കൽ ഓഫീസർ വേറൊരു മെഡിക്കൽ ഓഫീസറുടെ ചാർജ് വഹിക്കുകയാണെങ്കിൽ കിട്ടത്തില്ല. അത് ഓർത്തുകൊള്ളുക, അത് ഓർത്തിരിക്കണം. അതെല്ലാം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട 53 സെക്ഷൻ 53, 53A അതുമായിട്ട് ബന്ധപ്പെട്ട അതിലൊക്കെ നോക്കിയാൽ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന കാര്യം. ഇനി നമുക്ക് പിരിച്ചുവിടല്, സസ്പെൻഷൻ, ഡിസ്മിസൽ, റിമൂവൽ ആൻഡ് സസ്പെൻഷൻ. എന്താണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ സസ്പെൻഷൻ? സസ്പെൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ അഡീഷണൽ ചാർജ് വഹിക്കുന്നത് മറ്റൊരു പോസ്റ്റിന്റെ ആണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. ആരോ ഒരു ഡോക്ടർ ചോദിച്ചിട്ടുണ്ട്, അഡീഷണൽ ചാർജ് വഹിക്കുന്നത് മറ്റൊരു പോസ്റ്റിന്റെ ആണെങ്കിൽ, സെയിം പോസ്റ്റ് ആണെങ്കിൽ കിട്ടത്തില്ല. കിട്ടും. അഡീഷണൽ പോസ്റ്റ് അഡീഷണൽ ചാർജ് മറ്റൊരു പോസ്റ്റിന്റെ ആണെങ്കിൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ DMOയുടെ ചാർജ് വഹിക്കുന്നിരിക്കട്ടെ, ADMO അല്ലെങ്കിൽ സീനിയർ മോസ്റ്റ് അല്ലെങ്കിൽ ഡോക്ടർ ആ ചാർജ് ഹയർ പോസ്റ്റിന്റെ ചാർജ് വഹിക്കുന്നെങ്കിൽ അപ്പം അതിന്റെ സ്കെയിലിന്റെ ബേസ് ഏറ്റവും കുറഞ്ഞ സ്കെയിലിന് 4% കിട്ടും. ഇനി എന്താണ് സസ്പെൻഷൻ എന്ന് പറഞ്ഞത്? താൽക്കാലികമായി മാറ്റി നിർത്തുന്നു. പലരും എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, സസ്പെൻഷൻ പണിഷ്മെന്റ് ആണോ എന്ന്. സസ്പെൻഷൻ പണിഷ്മെന്റ് അല്ല. സസ്പെൻഷൻ പണിഷ്മെന്റ് ആണോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ പണിഷ്മെന്റ് അല്ല. ഒരാളെ പരമാവധി സസ്പെൻഷനിൽ നിർത്താവുന്ന പീരീഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 180 ദിവസമാണ് പരമാവധി. പക്ഷെ അതിൽ കൂടുതൽ സസ്പെൻഷൻ പീരീഡിൽ നിർത്താറുണ്ട്. അതിന് സാങ്ഷൻ വാങ്ങിച്ച് പെർമിഷൻ വാങ്ങിച്ച് കൂടുതൽ സമയങ്ങളിൽ ഉണ്ട്. അത് മറ്റൊരു ഇതാണ്. സാധാരണഗതിയിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം അവർക്ക് ഈ ഒന്നുകൂടെ പറയാം, സസ്പെൻഷൻ കാലയളവ് പരമാവധി 180 ദിവസം വരെയാണ് നിജപ്പെടുത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ
വേറൊരു കാര്യം കൊണ്ടുണ്ട്. ഈ സസ്പെൻഷൻ കാലയളവിൽ ഒരു ജീവനക്കാരന് സബ്സിസ്റ്റൻസ് അലവൻസ് അല്ലെങ്കിൽ സസ്പെൻഷൻ അലവൻസ് കിട്ടും. സസ്പെൻഷൻ അലവൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് പേ ലീവ് സാലറി. ഒന്നുകൂടെ പറയാം, അതും പരീക്ഷയ്ക്ക് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ കാലയളവില് ഒരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന ജീവനാംശം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. ആ ജീവനാംശം എന്ന് പറയുന്നത് ഹാഫ് പേ ലീവ് സാലറി ആണ്. പിന്നെ ഇയാൾക്ക് ഈ സസ്പെൻഷൻ കാലയളവ് എന്ന് പറയുമ്പോൾ അയാൾക്ക് മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ ആനുകൂല്യങ്ങൾക്ക് ഇതൊക്കെ ഉള്ള അധികാരങ്ങളുണ്ട്. പിന്നെ ഈ ചില പൈസ തിരിച്ചു പിടിക്കും സസ്പെൻഷൻ ലെവലിൽ. ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ്, കോപ്പറേറ്റീവ് റിക്കവറി, ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ രണ്ട് പോസ്റ്റിന്റെയും ഗ്രേഡ് തങ്ങളിൽ വ്യത്യാസമുണ്ടോ എന്ന് അറിയണം. ഒരു പോസ്റ്റ് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഹയർ പോസ്റ്റ് ഇരിക്കുന്നുള്ള ഒരാൾ ലോവർ പോസ്റ്റിന്റെ ചാർജ് വഹിച്ചാൽ കിട്ടത്തില്ല. മറ്റൊരു പോസ്റ്റ്, അത് പോസ്റ്റ് ഹയർ പോസ്റ്റ് ആണെങ്കിൽ കിട്ടും. മറ്റൊരു പോസ്റ്റ് ആണെങ്കിൽ സെയിം കേഡർ അല്ലെങ്കിൽ ആണെങ്കിൽ കിട്ടത്തില്ല. ഫോർ എക്സാമ്പിൾ ഒരു ജൂനിയർ സൂപ്രണ്ട് വേറൊരു ജൂനിയർ സൂപ്രണ്ടിനെ തന്നെ അതേ ഓഫീസിലെ ചാർജ് വഹിക്കുന്നിരിക്കും, കിട്ടത്തില്ല. അത് ഞാൻ ആ 53 റൂള് കോമ്പിനേഷൻ ഓഫ് അപ്പോയിന്റ്മെന്റ്സ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഇല്ലെങ്കിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പൊ സസ്പെൻഷൻ കാലയളവ് പരമാവധി 180 ദിവസമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിനെല്ലാം പുറമെ അതിനുശേഷമാണ് എൻക്വയറി നടക്കുന്നത്. എൻക്വയറി നടക്കുന്നത് മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സ് MDP, അതിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയൊക്കെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്. പിന്നെ അതിനെ സംബന്ധിച്ചുള്ള ശിക്ഷാവിധികൾ CCA റൂൾസ്, ക്ലാസിഫിക്കേഷൻ, കൺട്രോൾ ആൻഡ് അപ്പീൽ റൂൾസിൽ പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ സസ്പെൻഷൻ കഴിയുമ്പോൾ ഇപ്പൊ ഈ സസ്പെൻഷന്റെ പ്രാബല്യത്തിൽ വരുന്ന തീയതി സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശം ഉണ്ട്. അത് മാനുവൽ ഓഫ് ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ സസ്പെൻഷൻ റദ്ദാക്കി മനസ്സിലാക്കുക. സസ്പെൻഷൻ റദ്ദാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ഏതെങ്കിലും മേലധികാരിക്കോ ഏത് സമയത്തും സസ്പെൻഷൻ റദ്ദാക്കാവുന്ന അധികാരം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കോടതി പറയുന്നു സസ്പെൻഷൻ റദ്ദാക്കണമെന്ന് പറയുന്നു, റദ്ദാക്കാം. മേലധികാരി റദ്ദാക്കണമെങ്കിൽ അവർക്ക് അതിനുള്ള ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഉണ്ട്. അങ്ങനെ ആണെങ്കിൽ അയാൾക്ക് ഉടൻ തന്നെ സർവീസിൽ തിരികെ പ്രവേശിക്കാം. പിന്നെ മറ്റൊരു കാര്യം കൊണ്ടുണ്ട്. ഈ സസ്പെൻഷൻ കാലയളവില് ഈ സസ്പെൻഷൻ മുഴുവൻ ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് സസ്പെൻഷൻ കാലയളവിലെ എല്ലാ ശമ്പള ആനുകൂല്യങ്ങളും തിരികെ കിട്ടും. ഇപ്പൊ ഒരാളെ സസ്പെൻഡ് ചെയ്തു, അയാൾ കുറ്റക്കാരനല്ലെന്ന് കണ്ടു, അത് എനിക്കറിയാം. ഒരിക്കൽ ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. ശബരിമല ഡ്യൂട്ടിക്ക് പോയ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. ഒരു ആശുപത്രി വിസിറ്റ് ചെയ്തപ്പം, മിനിസ്റ്റർ വിസിറ്റ് ചെയ്തപ്പോൾ അവിടെ കണ്ടില്ല എന്ന് പറഞ്ഞ് സസ്പെൻഡ് ചെയ്തു. നിങ്ങളുടെ ഫ്രട്ടേണിറ്റിയിലുള്ള ഒരു ഡോക്ടറെ തന്നെയാണ്, പേര് ഞാൻ പറയുന്നില്ല. അപ്പോഴേ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് ചെയ്യണം സാറേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ തിരിച്ചെടുക്കും, വേറെ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് ദിവസം സസ്പെൻഷൻ അല്ലയോ, വീട്ടിൽ സുഖമായിട്ടിരിക്കുക, രോഗികളുണ്ടെന്ന് നോക്കുക. ഞാൻ തമാശ രൂപത്തിൽ പറയുകയാണ്, അല്ല വേറൊരു ആംഗിളിലൊന്നും എടുക്കരുത്. ഇത് യൂട്യൂബിൽ കാണുന്നതായതുകൊണ്ട് ഞാൻ അതുകൊണ്ട് കുറെ കൺട്രോൾ ചെയ്താ സംസാരിക്കുന്നത്. എനിക്കൊന്നും ചുമ്മാ ഒരു സാധാരണ ക്ലാസ് എടുക്കുന്ന രീതിയിൽ പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, മെമ്മോ കിട്ടുമ്പോൾ അതിന് മറുപടിയായിട്ട് കൊടുക്കുക. മറുപടി കൊടുക്കുമ്പോൾ നിങ്ങൾ തുടർ നടപടികൾ കൈക്കൊള്ളും. എന്തുമായാലും അത് ശരിക്കും അത് റിവ്യൂ ചെയ്യുകയും തിരിച്ചെടുക്കുകയും ചെയ്യും. ആ പീരീഡ് റെഗുലറൈസ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ കുറ്റക്കാരനല്ല. അപ്പോൾ അതൊരു നല്ല എക്സാമ്പിളോടാണ്, നിങ്ങൾ ഓർത്തിരിക്കാം. അപ്പോൾ സസ്പെൻഷൻ കാലയളവിൽ നമ്മൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സസ്പെൻഷൻ കാലയളവ് റെഗുലറൈസ് ചെയ്ത് നമ്മളുടെ ശമ്പളവും ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, സസ്പെൻഷൻ പരമാവധി 180 ദിവസമായിട്ടാണ് നിജപ്പെടുത്തിയിരിക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ ഈ സമയപരിധി പോരാതെ വരും. അങ്ങനെ വരുമ്പോൾ
മേലധികാരിക്ക് വിവരം റിപ്പോർട്ട് ചെയ്ത് അതിനുള്ള കാരണങ്ങൾ വിശദമായി പരിശോധിച്ച് അത് തുടരുന്നതിനോ റദ്ദാക്കുന്നതിനോ അധികാരം നമ്മളുടെ അപ്പോയിന്റിംഗ് അതോറിറ്റി അല്ലെങ്കിൽ ആരാണോ അതോറിറ്റിക്ക് അധികാരമുണ്ട്. അപ്പൊ ചില സസ്പെൻഷൻ, ഇപ്പൊ ഞാൻ പറയാം, ചില വിജിലൻസ് എൻക്വയറി അല്ലെങ്കിൽ ചില ഈ ഫിനാൻഷ്യൽ എന്താ പറയാ മാൽ പ്രാക്ടീസസ് ഒക്കെ കാണിക്കുന്നതിന് കുറേ സമയമെടുക്കും. ഇതൊക്കെ ഈ റെക്കോർഡ്സ് എല്ലാം പരിശോധിച്ച് അവർക്ക് ഇതെല്ലാം തുടർ നടപടികൾ എടുത്ത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടി വരും. അതിന് 6 months സഫീഷ്യന്റ് ആണെന്ന് വെച്ചാൽ നമ്മുടെ സർക്കാർ കാര്യങ്ങൾ ഇപ്പൊ ഈ ചിലപ്പോൾ കോടതി നടപടികൾ തന്നെ കണ്ടിട്ടില്ല. പലരും പറയും കോടതി നടപടികൾ വളരെ എന്താ പറയുക കാലതാമസം ഉണ്ടെന്ന്. ആ കാലതാമസം എന്താണെന്നുള്ള കാര്യം പുറത്ത് നിൽക്കുന്നവർക്ക് അറിയില്ല. ദാറ്റ് ഈസ് എ റീസൺ. അങ്ങനെ വരുമ്പോൾ ഈ 180 days എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ക്വൈറ്റ് സഫീഷ്യൻറ്റ്. അപ്പോൾ അതിന് സഫീഷ്യൻറ്റ് റീസൺ കൊടുത്ത് മേലധികാരിയെ അറിയിച്ചു കഴിയുമ്പോൾ ആ മേലധികാരി ഒന്നുകിൽ നീട്ടിക്കൊടുക്കും, ഇല്ലെങ്കിൽ അത് റദ്ദാക്കുന്നതിന് ഉടൻ തന്നെ അവർക്ക് തിരിച്ചു കയറുന്നതിനോ അല്ലെങ്കിൽ അവർ കയറി പലരും നമ്മൾക്കറിയാം 170 കുറച്ച് ദിവസം കഴിയുമ്പോൾ സസ്പെൻഷൻ കഴിയുമ്പോൾ തിരിച്ചു കയറിയിട്ട് ഈ ഡിസിപ്ലിനറി ആക്ഷൻസ് പിന്നെ അല്ലെങ്കിൽ അതിന്റെ ശിക്ഷണ നടപടികളായ എൻക്വയറി ഒക്കെ പിന്നെ നേരിടുന്നത് നമ്മൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമാണ്. മറ്റൊരു കാര്യങ്ങളുണ്ട്. ഒരാള് സസ്പെൻഷൻ കാലയളവിൽ ഇരുന്ന് മരിച്ചു എന്നിരിക്കട്ടെ. അങ്ങനാണെങ്കിൽ അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെ കുറിച്ച് അന്തിമ തീരുമാനം ആകുന്നതിന് മുമ്പ് മരണമടഞ്ഞാൽ മരണം വരെയുള്ള കാലയളവ് എല്ലാ കാര്യങ്ങൾക്കും ഡ്യൂട്ടിയായി തന്നെ പരിഗണിക്കും. ഈ കാലയളവിൽ മുഴുവൻ ശമ്പളവും ഉപജീവന പടിയായി വാങ്ങിക്കഴിച്ച തുക കുറച്ച ശേഷം അയാളുടെ കുടുംബത്തിന് നൽകുക. ഒന്നുകൂടെ പറയാം, സസ്പെൻഷൻ കാലയളവിൽ ഒരാൾ മരിച്ചു പോയാൽ അയാൾക്കെതിരെ ആരോപിക്കപ്പെട്ട എന്ന് പറയുമ്പോൾ എന്താണോ അയാൾക്കെതിരെയുള്ള അലിഗേഷൻസ് അതിലെ അന്തിമ തീരുമാനം ആകുന്നതിന് മുമ്പ് അയാൾ മരണമടഞ്ഞാൽ സസ്പെൻഷൻ തീയതി മുതൽ മരണ ദിവസം വരെയുള്ള കാലയളവ് എന്ന് പറഞ്ഞാൽ അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടില്ല. അവിടെയാണ് ആ ഒരു 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 ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത്. അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടില്ല, പക്ഷെ വീണ്ടും അയാൾ മരിച്ചുപോയി. മരണം വരെയുള്ള കാലയളവ് എല്ലാ കാര്യങ്ങൾക്കും ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കും. ആ ഡ്യൂട്ടി ആയിട്ട് പരിഗണിച്ച് ആരാണോ ആ ശമ്പളവും ഈ അയാൾക്ക് കിട്ടിയ സസ്പെൻഷൻ അലവൻസിന്റെ ബാക്കി ശമ്പളവും ആർക്കാണോ അയാളുടെ അവകാശികള് ലീഗൽ ഹെയർസിന് കൊടുക്കും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ പ്രധാനപ്പെട്ട വേറൊരു കാര്യമുണ്ട്. ഇനി നമ്മള് ഇതെല്ലാം പറയാം, അവധിയിലിരിക്കെ സസ്പെൻഡ് ചെയ്യാം. അവധിയിലിരിക്കെ സസ്പെൻഡ് ചെയ്യാൻ 55B പ്രകാരം അവധിയിലിരിക്കുമ്പോൾ ഒരാള് എന്ന് പറഞ്ഞാൽ ഈ എത്രയോ പേര് അവധിയിലിരിക്കുമ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാ പിന്നെ അവധിയിലാണ് എന്നുള്ള ഒരു പ്രിവിലേജ് ഒന്നും കിട്ടത്തില്ല. മനസ്സിലായി പറഞ്ഞേ. അപ്പൊ അവിടെ ഈ അവധിയിൽ തുടർന്ന് അയാൾ ആ സസ്പെൻഷൻ കാലയളവ് അയാൾ അനുഭവിച്ച് ബാക്കി നിയമ നടപടികൾ എന്താണോ ആ നടപടികളെല്ലാം അയാൾ അതിന് സഹകരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. 55B 56(1) പ്രകാരമാണ് അതിൽ പറയുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഈ സസ്പെൻഷൻ കാലയളവിലെ കിട്ടുന്ന ചില അലവൻസുകളൊക്കെ തിരിച്ചു പിടിക്കും. ചില കാര്യങ്ങൾ തിരിച്ച്, ഫോർ എക്സാമ്പിൾ ഇൻകം ടാക്സ് ഞാൻ പറഞ്ഞു, തിരിച്ചു ആ ഇൻകം ടാക്സ് കൊടുത്തേ പറ്റൂ. കമ്പൽസറി റിക്കവറി ആണത്. ഓപ്ഷണലായ ഒരെണ്ണമുണ്ട്, PF. നമ്മൾ PF ഇടുന്നത് വേണമെങ്കിൽ നമുക്ക് അത് ഒന്ന് തൽക്കാലത്തേക്ക് മാറ്റിവെക്കാം. അതുപോലെ തന്നെ നമ്മൾ LIC കൊടുക്കുന്നുണ്ട്. അതൊക്കെ കമ്പൽസറി റിക്കവറി ആയിട്ട് തന്നെ പോകും. ഇൻകം ടാക്സ് കമ്പൽസറി റിക്കവറിയാണ്. ഇൻകം ടാക്സ് എന്തുകൊണ്ടാണ് കമ്പൽസറി റിക്കവറി ആയതെന്ന് പറയാമോ? ഇറ്റ്സ് എ ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സ് അല്ല. ഡയറക്റ്റ് ടാക്സും ഉണ്ട്, ഇൻഡയറക്റ്റ് ടാക്സും ഉണ്ട്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് പിടിച്ചേ പറ്റൂ. ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ കടയിൽ നിന്നൊരു സാധനം വാങ്ങിച്ചെങ്കിൽ മാത്രമേ ഞാൻ GST കൊടുക്കേണ്ടി വരത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡ്യൂട്ടി കൊടുക്കേണ്ടി വരത്തുള്ളൂ. വാങ്ങിച്ചില്ലെങ്കിൽ കൊടുക്കണ്ട. അതുകൊണ്ടാണ് അത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇൻകം ടാക്സ് ഡയറക്റ്റ് ടാക്സ് ആയതുകൊണ്ട് അയാൾ അത് കൊടുക്കാൻ നിർബന്ധിതനാണ്. അതുപോലെ തന്നെ കോഓപ്പറേറ്റീവ് റിക്കവറിയും കമ്പൽസറി ആയിട്ട് കൊടുക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.
ഞാൻ വളരെ ലഘുവായിട്ടങ്ങ് പറഞ്ഞു തരിക എല്ലാം കാര്യങ്ങൾ. സമയക്കുറവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് കുറച്ച് ടിഎയുടെ കാര്യങ്ങളൂടെ പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ വളരെ സ്പീഡിൽ കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോകുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണം? ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ സർ? ചോദിച്ചാട്ടെ. സർ, ഈ കോപ്പറേറ്റീവ് റിക്കവറി, KSFE ഇതിനൊക്കെ ഇവര് റിക്വസ്റ്റ് കൊണ്ടുവരുമ്പോ നമ്മളൊരു ബുക്ക് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇത് എത്ര എണ്ണം കൊടുക്കാം, അതെങ്ങനെയാ നമ്മൾ കാൽക്കുലേറ്റ്? ഇവര് ടോട്ടൽ എമൗണ്ടോ മന്ത്ലി എത്ര റിക്കവറി ഉണ്ടെന്നോ റിക്വസ്റ്റിൽ എഴുതുന്നില്ല. എനിക്ക് എന്റെ സാലറി സർട്ടിഫിക്കറ്റ് വേണമെന്ന് എഴുതുന്നില്ല. 2 ദിവസം മുമ്പ് ഞാൻ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ഗവൺമെന്റ് ഓർഡർ ഇട്ടിരുന്നു, കണ്ടായിരുന്നു അത്? ഇല്ല സർ, ഇല്ല. അതിനകത്ത് എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ട് ഞാൻ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ് ഒന്നും ഇടാറില്ല. എല്ലാ ഗ്രൂപ്പിലും വളരെ ആവശ്യമായ കാര്യങ്ങൾ. അതിൽ 5 or 6 പേജ് ഉണ്ട്. സുനിത മാഡം, ഞാൻ അങ്ങനെ ഒരു ഓർഡർ ഇട്ടത് കണ്ടായിരുന്നു മാം? കണ്ട് സാറേ, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു. ഇപ്പൊ വിളിച്ച മാഡം ആ ഓർഡർ കാണുമ്പം നമ്മള് ആർക്ക് സർട്ടിഫിക്കറ്റ് ചെയ്താ പണ്ട് 2 സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴാ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അത് മാം, അത് സുനിത മാം അത് വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു സാറേ, വായിച്ചിരുന്നു. വേണമെങ്കിൽ ഇപ്പൊ ഈ ചോദിച്ച മാമിന് ചിലപ്പം ഈ ഗ്രൂപ്പിൽ പിന്നെയാണോ ആഡ് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. മാം, ഐ വിൽ സെൻഡ് യു പേഴ്സണലി. ഇതാരാണോ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ മാമിന് മാം അത് ആ ഓർഡറിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം, എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം മാം. പിന്നെ കോപ്പറേറ്റീവ് റിക്കവറിക്ക് ഒരു കാര്യമുണ്ട്. സാധാരണഗതിയിൽ 65% സാലറി ഒരാൾക്ക് കൊടുക്കണം. അയാളുടെ ജീവനാംശം 65% ആയിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയാണ് റിക്കവറിക്ക് പറയുന്നത്. പക്ഷെ കോപ്പറേറ്റീവ് റിക്കവറി വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിക്കവറി ആവുന്നൊരു കോടതി വിധിയുണ്ട്. കോപ്പറേറ്റീവ് റിക്കവറി നമ്മളപ്പം ഒരു കാര്യമുണ്ട്, ഈ പറയുന്നത് പോലെ ഈ സാലറി സർട്ടിഫിക്കറ്റ് ഒരുപാട് പേര് മിസ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് വ്യക്തമായ രജിസ്റ്റർ ചെയ്യണം. മാത്രമല്ല ഇപ്പൊ പറയുന്നുണ്ട് ട്രാൻസ്ഫർ ആയി പോകുമ്പോഴും മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകുമ്പോഴും എത്ര സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെന്നും എത്ര റിക്കവറി വരാമെന്നും ആ മാഡത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. എല്ലാം ആ ഓർഡറിൽ പറയുന്നുണ്ട്, നിർബന്ധമായിട്ടും അറിയിച്ചിരിക്കണം. നമ്മൾ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ ഈ നമ്മൾക്ക് എന്തൊക്കെ സാധനങ്ങൾ അയാൾക്ക് എത്ര സാലറി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെന്ന്, എന്തൊക്കെ റിക്കവറികൾ വരാം, എന്തൊക്കെ റിക്കവറി ഉണ്ട്, ബാലൻസ് വോളിയം എത്ര ഉണ്ട്, ഇതെല്ലാം അയാൾ വോളണ്ടറി ഡിസ്ക്ലോസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അറിയിക്കുകയും വേണം എന്നുള്ളതാണ് ആ ഓർഡറിന്റെ ഒരു സാരാംശം. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ്. ഓക്കെ മാം, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഒരുപാട് പേർക്ക് അത് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാലറി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ യു ഹാവ് ടു ടേക്ക് അറ്റ്മോസ്റ്റ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല അതിന്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു സാലറി സർട്ടിഫിക്കറ്റ് അതിന്റെ ഒരു കുഴപ്പവും, അതുപോലെ തന്നെ നമ്മൾക്ക് എത്രത്തോളം അതിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതെല്ലാം അത് ഞാനും ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് പലപ്പോഴും. ഇനി നമുക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. നമുക്ക് അധികം ഈ പറയുന്നത് പോലെ പെട്ടെന്ന് ഞാൻ തീർത്ത് കളയാം. പറഞ്ഞാട്ടെ, ചോദിച്ചാട്ടെ. ടിഎയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം. അതായത് ചോദിച്ചാട്ടെ. ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്പെഷ്യാലിറ്റി കേഡറിലെ ഒരു ഡോക്ടറെ 40 കിലോമീറ്റർ ദൂരെയുള്ള ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ 3 ദിവസം വർക്കിംഗ് അറേഞ്ച്മെന്റിന് പോസ്റ്റ് ചെയ്തു. അപ്പം അദ്ദേഹം ടിഎക്ക് വല്ലതും എലിജിബിൾ ആണോ എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പൊ ആ ചോദ്യത്തെ ഡെഫിനറ്റ്ലി എൻ്റെ അടുത്ത് ആ ഡോക്ടർ എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ഡോക്ടർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ കിട്ടുമെന്നും എത്രത്തോളം കിട്ടുമെന്നും വിശദമായിട്ട് ഞാൻ പറഞ്ഞു. ഡെഫിനറ്റ്ലി കിട്ടും കേട്ടോ. ഡെഫിനറ്റ്ലി കിട്ടും കേട്ടോ. ഓക്കെ, തീർച്ചയായിട്ടും കിട്ടും. മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അദ്ദേഹം ഗവൺമെന്റ് വെഹിക്കിളാണോ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഇപ്പൊ സർക്കാർ വണ്ടി ഉപയോഗിക്കുന്നെങ്കിൽ TA ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരാൾക്ക് ഓഫീസേഴ്സിനെ തന്നെ ഞാൻ പറഞ്ഞു 5 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 1 ഓഫീസർ, ഗ്രേഡ് 2A, ഗ്രേഡ് 2B, ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4. അപ്പൊ ഇങ്ങനെ ഈ ഓരോ ഓഫീസേഴ്സിനും ഒരു മാസം എത്ര രൂപ TA ക്ലെയിം ചെയ്യാം എന്നുള്ളതിന് ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അനുസരിച്ച് എത്ര വേണമെന്ന് അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കും.
ഓക്കെ. അപ്പൊ ഓക്കെ സർ. അത് അദ്ദേഹം ഒന്ന് പേഴ്സണലി വിളിക്കാൻ പറഞ്ഞാൽ മതി. ഇതാണ് അതിന്റെ കണ്ടീഷൻ. ഞാൻ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ താങ്കളുടെ ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ ഗുഡ് നെയിം. യു ആർ ഡോക്ടർ ഗിരീഷ്, ഇസ്ന്റ് ഇറ്റ്? യെസ് സർ. യു ആർ വർക്കിംഗ് അറ്റ് കൊല്ലം? യെസ് സർ. കൊല്ലത്ത് എവിടെയാ? ജില്ലാ ആശുപത്രിയില്ല സർ. ജില്ലാ ആശുപത്രിയിലാണ്. ഞാനും കൊല്ലം ജില്ലക്കാരനാണ്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത്. കൊല്ലം, ഞാൻ ഐ എം ബിലോങ് ടു കൊട്ടാരക്കര കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇനി TA എന്താണ്? TA എന്ന് പറഞ്ഞത് ട്രാവലിംഗ് അലവൻസ്. എന്താണ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറയുമ്പോൾ? അതിനകത്തൊരു ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ 2 തരത്തിൽ നോർമലി ആണ് പറയുന്നത്. വേറെ ഉണ്ട്, PTA ഉണ്ട്, PCA ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, നമുക്ക് വളരെ കുറച്ച് സമയമുള്ളൂ. 2 തരത്തിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ടൂർ TA നമ്മളിപ്പോ പറയുന്ന ഇപ്പൊ കൊല്ലത്ത് നിന്ന് വിളിച്ച ഡോക്ടർ ഗിരീഷ് ഡോക്ടർ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹം ഒരു വൂണ്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം കോടതിയിൽ വന്ന് മൊഴി കൊടുക്കണം. ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് അതൊന്ന് ഓതന്റിക്കേറ്റ് ചെയ്യണം. അതിലെ കോസ് ഓഫ് ഇഞ്ചുറി അല്ലെങ്കിൽ അതിന് മൊഴി കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അത് ടൂർ TA. പിന്നുള്ളത് ട്രാൻസ്ഫർ TA. ഇപ്പൊ ഡോക്ടർ ഗിരീഷ് ഡോക്ടർ ഇപ്പൊ കൊല്ലത്താണ്, അദ്ദേഹത്തിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് പാലക്കാട് ജില്ലാ ആശുപത്രി സൂപ്രണ്ടായിട്ട് പോസ്റ്റ് ചെയ്തു. അദ്ദേഹത്തിന് പാലക്കാട് പോകണം. പാലക്കാട് പോകുമ്പോൾ അപ്പൊ അദ്ദേഹത്തിന് പാലക്കാട് പോകുമ്പോൾ അദ്ദേഹം മാത്രമല്ല പോകേണ്ടത്. അദ്ദേഹത്തിന് ഭാര്യ ഉണ്ടാവും, കുഞ്ഞുങ്ങളുണ്ടാവും, ഡിപ്പെൻഡൻസ് ഉണ്ടാവും, വാഹനം കൊണ്ടുപോകേണ്ടി വരും. എല്ലാവർക്കും ഒരു കാർ ഉണ്ടാവും. ആ കാർ കൊണ്ടുപോകുന്നതിനും അതിനുള്ള പൈസ കിട്ടും. എല്ലാം ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു വീടെടുത്ത് എല്ലായിടത്തും തറയിൽ പാവിരിച്ച് കിടക്കാൻ ഒക്കത്തില്ല. അവിടെ ചെന്ന് പുതിയ കട്ടിൽ വാങ്ങിച്ച് അല്ലെങ്കിൽ വീട്ടിലെ പുതിയ ഫ്രിഡ്ജ് വാങ്ങിക്കുക, അല്ലെങ്കിൽ പുതിയ നമ്മൾ എന്താ പറയുക ഡൈനിങ് സെറ്റ് വാങ്ങിക്കുക. ഇതൊക്കെ ഇറ്റ്സ് നോട്ട് പോസിബിൾ. നമ്മുടെ വീട്ടിലുള്ളതെ കൊണ്ടുപോകാൻ നോർമലി പറയുക, അങ്ങനെ പാടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ എഫക്ട്സ് കൊണ്ടുപോകേണ്ടി വരും. നമ്മുടെ മക്കളുടെ സൈക്കിൾ വരെയൊക്കെ കൊണ്ടുപോകേണ്ടി വരും ചിലപ്പോൾ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകുന്നതിന് നമുക്ക് കിട്ടും. ഗുഡ്സ് ഫെയർ എത്രയാണോ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വളരെ വിശദമായിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മിനിമം ലെവലിൽ നിർത്തി ഞാൻ പറഞ്ഞു തരാം. ശരി. അപ്പൊ എന്താണ് ഹെഡ് ക്വാർട്ടർ? അപ്പൊ നമ്മൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ടൂർ TA എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടർ ടു ഡെസ്റ്റിനേഷൻ. ഇപ്പൊ ഈ തിരുവനന്തപുരത്തെ ഡോക്ടർ ഐ ഡോണ്ട് നോ വെദർ സുനിത ഡോക്ടർ മാം എവിടെയാ വർക്ക് ചെയ്യുന്നത്? സുനിത മാം പുത്തൻതോപ്പിലാ സാറേ. അപ്പൊ തിരുവനന്തപുരത്ത് തന്നെ അല്ലേ? തിരുവനന്തപുരത്ത്. അപ്പൊ യു ആർ റിസൈഡിങ് ഇൻ ട്രിവാൻഡ്രം, ഇസ്ന്റ് ഇറ്റ്? അതെ സാറേ, ട്രിവാൻഡ്രത്ത്. എവിടെയാണ്? നെടുമങ്ങാടാ സാറേ. നെടുമങ്ങാട്. വെരി ഗുഡ്. അപ്പൊ ഞാൻ എന്റെ വീടിന് മുമ്പിൽ കൂടെ എന്നും പോകുന്നത്. അപ്പൊ ഓക്കെ. അപ്പൊ ഡോക്ടർക്ക് ഇപ്പൊ ഈ പുത്തൻതോപ്പിൽ വെച്ച്, പുത്തൻതോപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ ഫിഷർമൻ കമ്മ്യൂണിറ്റിയിൽ കൂടുതലുള്ള ആൾക്കാരുള്ള സ്ഥലം അല്ലേ? അതിനടുത്തൊരു കോളേജിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അവിടെ വരുമ്പോൾ വിവിധ തരം കേസുകൾ, അടി കേസുകൾ വരും, മറ്റു പല കേസുകളും, പോക്സോ കേസുകളും ഉണ്ടാവാം. ഇങ്ങനൊക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞെന്നുള്ളൂ, ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വേറെ സെൻസിൽ എടുക്കരുത് കേട്ടോ. അപ്പൊ ഇങ്ങനൊരു കേസുണ്ട്. അപ്പൊ ഡോക്ടർക്ക് മൊഴി കൊടുക്കുന്നതിന് എറണാകുളത്ത് ഹൈക്കോടതിയിൽ പോകണം. അപ്പൊ ഡോക്ടർ ടൂർ TA എന്ന് പറയുമ്പോൾ ഹെഡ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ എവിടെ വർക്ക് ചെയ്യുന്നത്? പുത്തൻതോപ്പ് തൊട്ട് എറണാകുളം ഹൈക്കോടതി വരെ പോകുന്നതിനുള്ള പൈസ കിട്ടും. ഓഫീസ് ടു ഓഫീസ് ആണ് ടൂർ TA, മനസ്സിലാക്കുക. ഹെഡ് ക്വാർട്ടർ ടു നമ്മൾ എവിടെയാണോ പോകുന്നത് എന്ന് പറയും. പക്ഷേ ഇപ്പം സുനിത ഡോക്ടർക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. എൻ്റെ നാട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്നിരിക്കണം. അപ്പം സുനിത ഡോക്ടറുടെ വീട് റെസിഡൻസ് നെടുമങ്ങാട് നിന്നാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമോ? നെടുമങ്ങാട് നിന്ന് സാധനങ്ങൾ എടുത്ത് പുത്തൻതോപ്പ് ആശുപത്രിയിൽ ഇറക്കി വെച്ചിട്ട് അത് അവിടുന്ന് കൊട്ടാരക്കര ആശുപത്രി ഇറക്കി വെച്ച് അങ്ങനെ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല. അപ്പം ട്രാൻസ്ഫർ TA എന്ന് പറയുമ്പോൾ റെസിഡൻസ് ടു റെസിഡൻസ് ആണ്. അതൊക്കെ പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കും. ട്രാൻസ്ഫർ TA എന്ന് പറയുന്നത് ഇറ്റ്സ് ആപ്ലിക്കബിൾ എന്ന് പറയുന്നത് റെസിഡൻസ് ടു റെസിഡൻസ് ആണ്. ടൂർ TA എന്ന് പറയുന്നത് ഹെഡ് ക്വാർട്ടർ ടു നമ്മൾക്ക് എവിടെയാണോ പോകേണ്ടത് അതാണ്. അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയുന്നു. നമ്മൾ ഡേ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡേ നമ്മുടെ ഒരു ദിവസം. രാത്രി 12 മണിക്ക് തുടങ്ങി അവസാനിക്കുന്നത് രാത്രി 12 മണിക്ക്. അതാണ് ഡേ എന്ന് പറയുന്നത്. നമുക്ക് TA 24 hours കൺസിഡർ ചെയ്യും. 24 hours ആണ്.
അപ്പൊ ഞാൻ പറയുക, അപ്പൊ ഡേ എന്ന് പറയുമ്പോൾ അത് ഓർത്തിരിക്കുക. ഡേ മീൻസ് ഡേ ദാറ്റ് ഈസ് ബിഗിനിങ് ആൻഡ് എൻഡിങ് അറ്റ് ദ മിഡ് നൈറ്റ്. രാത്രി 12 മണിക്ക് തുടങ്ങി രാത്രി 12 മണിക്ക് അവസാനിക്കുന്നതാണ് ഡേ എന്ന് പറയുന്നത്. പക്ഷേ ബട്ട് ആൻ ആബ്സെൻസ് ഫ്രം ഹെഡ് ക്വാർട്ടർ വിച്ച് ഡസ് നോട്ട് എക്സീഡ് 24 hours ഷാൽ ബി റെക്കൺഡ് ആസ് 1 day ഫോർ കാൽക്കുലേറ്റിംഗ് TA. ഇപ്പൊ 24 മണിക്കൂറും വിട്ടു നിൽക്കണമെന്നില്ല, 12 മണിക്കൂറിന് മേളിൽ കൺസിഡർ നമ്മൾ വിട്ടു നിൽക്കുകയാണെങ്കിൽ ഒരു ദിവസമായിട്ട് കണക്ക് കൂട്ടും. അത് വളരെ പ്രധാനപ്പെട്ട ഓർത്തുകൊള്ളുക. പക്ഷെ നോ TA ഈസ് അഡ്മിസിബിൾ ഫോർ ജേണി വിത്തിൻ ദ ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മുടെ ഹെഡ് ക്വാർട്ടേഴ്സിനകത്ത് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ പുത്തൻതോപ്പിൽ ഒരു ആശുപത്രി ഉണ്ട്. അതിനടുത്ത് ഏറ്റവും അടുത്തുള്ള ആശുപത്രി ഏതാ? നമ്മുടെ ഇവിടെ അടുത്തുണ്ടല്ലേ, കോളേജിനടുത്തുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? പള്ളിത്തുറയിലുണ്ട് അല്ലേ? ഉണ്ട് സാറേ, ഉണ്ടല്ലേ? വേളിയുണ്ട്. അതെ, പുതുക്കുറിച്ചി. അപ്പൊ പുത്തൻതോപ്പിൽ നിന്ന് പുതുക്കുറിച്ചി വരെ ഡോക്ടർക്ക് ഒരു പുതുക്കുറിച്ചിയിലെ ഡോക്ടറുടെ ചാർജ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ വരെ ഒന്ന് പോകേണ്ടി വരും. അതിന് TA കിട്ടത്തില്ല. അവിടെ എനിക്ക് തോന്നുന്നു പുതുക്കുറിച്ചിലാണെന്ന് തോന്നുന്നു രാഹുൽ ഡോക്ടറുടെ ഭാര്യ വർക്ക് ചെയ്യുന്നത് അല്ലേ? പാർവതി ഡോക്ടർ ആണെന്ന് തോന്നുന്നു അല്ലേ? ആരോ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുക, അപ്പം വിത്തിൻ ദ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രാവൽ ചെയ്താൽ, അപ്പം ഇനി നമ്മളൊരു ഹെഡ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹെഡ് ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 8 കിലോമീറ്റർ റേഡിയസിലുള്ള സർക്കിളാണ് ഹെഡ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ 8 കിലോമീറ്ററിനകത്ത് എവിടെങ്കിലും സർക്കിളിൽ ഞാൻ പറയുകയാണ്, നമ്മൾ നിൽക്കുന്ന ഒരു പോയിന്റ്, ദാറ്റ് പോയിന്റ് ഇസ് ദ സെൻട്രോയിഡ് ആൻഡ് ദ റേഡിയസ് ഈസ് 8 kilometers ആൻഡ് യു ഡ്രോ എ സർക്കിൾ. ആ സർക്കിൾ 8 കിലോമീറ്റർ ചുറ്റളവ്, അത് നമ്മുടെ ഹെഡ് ക്വാർട്ടർ. അവ 8 കിലോമീറ്ററിനുള്ളിൽ യാത്ര ചെയ്താൽ നമ്മൾക്ക് എന്തില്ല? TA കിട്ടത്തില്ല. നോ TA ഈസ് അഡ്മിസിബിൾ ഫോർ ജേണി വിത്തിൻ ദ ഹെഡ് ക്വാർട്ടേഴ്സ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ്. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ പേ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേ എന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്ലി എന്താണോ ഡ്രോ ചെയ്യുന്നത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, പേ എന്ന് പറയുമ്പോൾ ബേസിക് പേ. നമുക്ക് നോർമൽ സെൻസിൽ ബേസിക് പേ പ്ലസ് സ്പെഷ്യൽ പേ ഉണ്ട്, പേഴ്സണൽ പേ ഉണ്ട്. അങ്ങനെ നമ്മൾ അതിനെ ബൈഫർക്കേറ്റ് ചെയ്ത് പലതും പറയുന്നുണ്ട്. അപ്പൊ പേ എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദ എമൗണ്ട് ഡ്രോൺ മന്ത്ലി ബൈ ആൻ ഓഫീസർ ആസ് സബ്സ്റ്റാൻറ്റീവ് പേ ഓർ ഒഫിഷ്യേറ്റിംഗ് പേ. നമ്മുടെ ഒഫിഷ്യേറ്റിംഗ് പേ എന്താണോ, ഇൻക്ലൂഡിങ് പേഴ്സണൽ പേ ആൻഡ് സ്പെഷ്യൽ പേ. ഏതോ ഒരു ഡോക്ടർ എന്നോട് ചോദിച്ചിരുന്നു, നമ്മുടെ ഏൺഡ് ലീവ് സാലറിക്ക് പേ എന്ന് പറയുന്നത് ഈ സ്പെഷ്യൽ പേ ഒഴിച്ചുള്ളതാണെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ റൂള് ഞാനൊരു ബുക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതില് 12 ബ്രാക്കറ്റിൽ 23ാമത്തെ റൂൾ എടുത്ത് നോക്കണം. 12 ഡെഫിനിഷനാണ്. ഡെഫിനിഷൻ 12 ബ്രാക്കറ്റിൽ 23. അതിൽ അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും പേ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം, പേ എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ നിങ്ങൾക്ക് ഏൺഡ് ലീവിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതിന്റെ പിറവിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരു കാര്യം ചെയ്യാം, അവിടെ തിരിച്ച് അഡ്രസ് ചെയ്ത് കൂടുതൽ വാങ്ങാം. ഓക്കെ, അത് ഓർത്തിരിക്കണം. പേ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, പേ മീൻസ് ദ എമൗണ്ട് ഡ്രോൺ മന്ത്ലി ബൈ ആൻ ഓഫീസർ ആസ് സബ്സ്റ്റാൻറ്റീവ് പേ ഓർ ഒഫിഷ്യേറ്റിംഗ് പേ including personal pay, special pay and any other emoluments specially classified as pay. അവിടെ സ്പെഷ്യൽ പേ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേയുടെ കൂട്ടത്തിൽ അതും കൂടെ കൂട്ടണം. ആ ഡോക്ടർ ഇന്നുണ്ടോ? ഇന്ന് എത്ര പേരുണ്ട് കയറിയിട്ടുണ്ട് ഡോക്ടർ? ഇന്ന് എത്ര പേര് കയറിയിട്ടുണ്ട് അറിയാൻ വയ്യ. 38 പേരുണ്ട് സാറേ. 38 പേരുണ്ട്. അപ്പൊ അതില് ആ ചോദിച്ച ഡോക്ടർ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ആ ഡോക്ടർ പേര് മറന്നു പോകുന്നുണ്ട്. ഓഫ് കോഴ്സ് ഓൾറെഡി ഐ ഹാവ് ഷെയർഡ് ദ ബുക്ക്. നമ്മൾ ആ KSR വോളിയം 1 ഷെയർ ചെയ്തിട്ടുണ്ട്. മാം ഒന്നുകൂടെ ഷെയർ ചെയ്യണേ, അത് നമ്മുടെ ഗ്രൂപ്പിൽ ഒന്നുകൂടെ ഷെയർ ചെയ്യണേ. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഷെയർ ചെയ്തേക്കാം. KSR വോളിയം 1 അതിൽ ഈ 1223 വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
1223 ഓർത്തിരിക്കണം. അപ്പൊ ഈ അപ്പൊ ആ ഡോക്ടർ ഞാനത് ഇത് പറയാമെന്ന് പറഞ്ഞ് ഓക്കെ. ഞാൻ I can give my phone number once again. Somebody has asked my phone number 9446 936 709. I repeat once again, 9446 936 709. അപ്പൊ പേ വ്യക്തമായിട്ട് 12:23 പറയുന്നുണ്ട്. I repeat once again, വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ പറയാം. പേ മീൻസ് the amount drawn monthly by an officer as substantive pay or officiating pay, including personal pay, special pay, and any other emoluments specially classified as pay. അത് റൂള് 12:23 വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് നമ്മൾ യാത്രയ്ക്ക് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന കൺവെയൻസ് എന്തൊക്കെയാ? യാത്രയ്ക്ക് നമ്മൾ പബ്ലിക് കൺവെയൻസ് ഉപയോഗിക്കുന്നുണ്ട്, സ്പെഷ്യൽ കൺവെയൻസ് ഉപയോഗിക്കുന്നുണ്ട്. പബ്ലിക് കൺവെയൻസ് എന്ന് പറയുമ്പോൾ ട്രെയിൻ ഉപയോഗിക്കുന്നുണ്ട്, ബസ് ഉപയോഗിക്കുന്നുണ്ട്, ബോട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അല്ല സർക്കാരിന്റെ ഏതെങ്കിലുമൊക്കെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റീമർ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ അതൊക്കെ വിട്ടേരെ. നമ്മളിപ്പം സാധാരണഗതിയിൽ ബസ്സും ട്രെയിനുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് പോകണമെങ്കിൽ ഒരു ഡോക്ടർ തിരുവനന്തപുരത്ത് നിന്ന് മധുര പോയി ഫ്ലൈറ്റിൽ എറണാകുളത്ത് കൊച്ചിയിൽ ഇറങ്ങാന്ന് പറയുന്നത് അട്ടിയെ കിട്ടത്തില്ല. ട്രെയിനില് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടാൻ. അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ പോയാൽ 2 ദിവസം കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. ഓക്കെ. ഡോക്ടർ എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് തന്നെയാണ്, 9446 936 709. നമ്മുടെ ഗ്രൂപ്പിലെ നമ്പർ തന്നെയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം, നമ്മുടെ ഗ്രൂപ്പിലുണ്ട് 9446 936 709. ഓക്കെ. അപ്പൊ പബ്ലിക് കൺവെയൻസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ട്രെയിനുണ്ട്, ബസ്സുണ്ട്, നമ്മുടെ ബസ്സുണ്ട്, പിന്നെ ബോട്ടുണ്ട്. ബോട്ടിലും യാത്ര ചെയ്യേണ്ട സാഹചര്യം വരും, സർക്കാർ ബോട്ടിൽ നമ്മൾ യാത്ര ചെയ്യും. ഇനി സ്പെഷ്യൽ കൺവെയൻസ് എന്ന് പറയുമ്പോൾ മോട്ടോർ കാർ ആകാം, മോട്ടോർ സൈക്കിൾ ആകാം, സ്കൂട്ടർ ആകാം. ഇതിനുള്ള കോസ്റ്റ് എല്ലാം സർക്കാർ ചെലവഴിച്ച് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് തരുന്നതാണ്. സർക്കാരിന്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന അത് അത് നമ്മൾ ഒഫീഷ്യൽ കൺവെയൻസ് ആണ്. അല്ല സ്പെഷ്യൽ കൺവെയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാറിൽ പോകുന്നു, നമുക്ക് നമ്മുടെ സ്കൂട്ടറിൽ പോകാം, നമ്മുടെ ബൈക്കിൽ പോകാം, അതെങ്ങനെയാണോ നമ്മൾ പോകുന്നത് പോകാം. അതാണ് നമ്മൾ സ്പെഷ്യൽ കൺവെയൻസ്. പിന്നെ സർക്കാർ വാഹനങ്ങളുണ്ട്, സർക്കാർ വാഹനങ്ങളിൽ നമുക്ക് യാത്ര ചെയ്യാം. ഇപ്പം ഫോർ എക്സാമ്പിൾ ടൂറിംഗ് ഓഫീസേഴ്സ്, നിങ്ങളുടെ DMOയ്ക്ക് വാഹനമുണ്ട്, DHSന് വാഹനമുണ്ട്, അഡീഷണൽ DHSനും വാഹനമുണ്ട്. അപ്പൊ നമ്മൾ പറയുക ഓക്കെ. അപ്പൊ അവിടെ സ്പെഷ്യൽ കൺവെയൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഒരു ഓഫീസർ ഉപയോഗിക്കുന്ന വാഹനം, നമുക്ക് നമ്മുടേതായ കാറുണ്ട്, മോട്ടോർ സൈക്കിൾ ഉണ്ടാവും, സ്കൂട്ടർ ഉണ്ടാകാം. പിന്നെ സർക്കാരിന്റെ കാറുണ്ട്, സർക്കാർ മോട്ടോർ സൈക്കിൾ ഉണ്ട്, പോലീസിനൊക്കെ സർക്കാർ മോട്ടോർ സൈക്കിൾ കൊടുത്തിട്ടുണ്ട്. അത് ഓർത്തിരിക്കുക, അതും പ്രധാനപ്പെട്ടതാണ്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ TA പല രീതിയിൽ ഡ്രോ ചെയ്യുന്നുണ്ട്. അത് സർക്കംസ്റ്റാൻസസ് അനുസരിച്ചാണ്. ഒന്ന് പെർമനന്റ് ട്രാവലിംഗ് അലവൻസ്, PTA, പെർമനന്റ് ട്രാവലിംഗ് അലവൻസ്. 2 PCA എന്ന് പറഞ്ഞാൽ പെർമനന്റ് കൺവെയൻസ് അലവൻസ് ഓർ കൺവെയൻസ് അലവൻസ്, CA എന്ന് വേണമെങ്കിൽ പറയാം. പിന്നുള്ളത് മൈലേജ് അലവൻസ്, പിന്നുള്ളത് ഡെയിലി അലവൻസ്, അതിന് DA എന്നാണ് പറയുന്നത്, ഡെയിലി അലവൻസ്. പിന്നെ പറയുന്നത് ആക്ച്വൽ എക്സ്പെൻസ്. ടിഎക്ക് വിവിധമായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടേംസ് ആണ് ഞാൻ പറഞ്ഞത്. പെർമനന്റ് അതെല്ലാം റൂൾ 5 പറയുന്നുണ്ട്. PTA ഉണ്ട്, PCA ഉണ്ട്, മൈലേജ് അലവൻസ് ഉണ്ട്, ഡെയിലി അലവൻസ് ഉണ്ട്, ആക്ച്വൽ എക്സ്പെൻസ് ഉണ്ട്. ഇനി എന്താണ് പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് എന്ന് പറഞ്ഞാൽ, അതൊരു മന്ത്ലി അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ഫോർ ഫ്രീക്വന്റ് ട്രാവൽ വിത്തിൻ ഹിസ് ജൂറിസ്ഡിക്ഷൻ. DMOയ്ക്ക് PTA കാണും, കാരണം ജൂറിസ്ഡിക്ഷനിലുള്ള ഒരുപാട് ആശുപത്രികൾ വിസിറ്റ് ചെയ്യേണ്ടി വരും, ഒരുപാട് ആശുപത്രികൾ ഫ്രീക്വന്റ്ലി ട്രാവൽ ചെയ്യേണ്ടി വരും, ഇൻസ്പെക്ഷന് പോകേണ്ടി വരും. പക്ഷേ അവിടെ വേറൊരു കാര്യം കൊണ്ടുണ്ട്, അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ഔട്ട്സൈഡ് 8 കിലോമീറ്റർ കൂടുതൽ ട്രാവൽ ചെയ്തിരിക്കണം, ഏറ്റവും കുറഞ്ഞത് 15 ദിവസമെങ്കിലും യാത്ര ചെയ്തിരിക്കണം ഒരു മാസത്തിൽ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ
ടൂറിംഗ് ഓഫീസേഴ്സ് നമുക്ക് അവർക്ക് ഈ പറയുന്ന അവരുടെ ജൂറിസ്ഡിക്ഷനിൽ ഫ്രീക്വന്റ്ലി ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് 8 കിലോമീറ്റർ മേളിൽ പോകണം. ഒരു മാസം ഏറ്റവും കുറഞ്ഞത് 15 ദിവസം എങ്കിലും ട്രാവൽ ചെയ്തിരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ലീവ് സമയത്ത് PTA അതായത് പെർമനന്റ് ട്രാവലിംഗ് അലവൻസ് ക്ലെയിം ചെയ്യാൻ പാടില്ല, ഡ്രോ ചെയ്യാൻ പാടില്ല. ലീവ് സമയത്ത് PTA ഡ്രോ ചെയ്യാൻ പാടില്ല. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി പെർമനന്റ് കൺവൈൻസ് അലവൻസും ഉണ്ട്. അതൊരു ഫിക്സഡ് മന്ത്ലി അലവൻസ് ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ഫോർ ട്രാവലിംഗ് എക്സ്റ്റെൻസീവ്ലി വിത്തിൻ ഹെഡ് ക്വാർട്ടേഴ്സ്. എനിക്ക് തോന്നുന്നു അത് ഈ സബ് ഇൻസ്പെക്ടർ SI മാർക്കൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പം അതൊരു ഫിക്സഡ് മന്ത്ലി അലവൻസ് ആണ്, ഗ്രാൻഡഡ് ടു ആൻ ഓഫീസർ ഫോർ ട്രാവലിംഗ് എക്സ്റ്റെൻസീവ്ലി വിത്തിൻ ഹിസ് ഹെഡ് ക്വാർട്ടേഴ്സ്. നമ്മൾ കണ്ടിട്ടില്ല, അവര് പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് ജൂറിസ്ഡിക്ഷൻ എന്നല്ല പറയുന്നത്, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ എന്നാണ് പറയുന്നത്. ആ ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷനിൽ അവർക്ക് എന്താ പറയുക, ഈ റോന്തു ചുറ്റും, അതിനെന്തോ പേര് പറയല്ലോ, അവരിങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും, ഒരു കാര്യവും കാണത്തില്ല. പക്ഷെ അവര് പോലീസ് വാഹനങ്ങൾ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ, ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ, എന്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പട്രോളിങ് എന്നാണ് അതിനെ പറയുന്നത്, പട്രോളിങ് അവർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ജീപ്പിലാണ് ചെയ്യുന്നത്, അത് സർക്കാർ വാഹനത്തിലാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് 50% കുറയുകയും ചെയ്യും. പിന്നെ മൈലേജ് അലവൻസ്. മൈലേജ് അലവൻസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആൻ അലവൻസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്യുന്നത്, നമുക്ക് അതിന് മൈലേജ് അലവൻസ്. ഈ മൈലേജ് അലവൻസ് എവിടെ കാണുമെന്ന് ചോദിച്ചാൽ നമ്മുടെ പേർവിഷൻ ഓർഡറിലുണ്ട്. ഓരോ കാലാകാലങ്ങളിലുള്ള പേർവിഷൻ ഓർഡറിലുള്ള എത്ര രൂപ മൈലേജ് അലവൻസ് ഉണ്ട് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ എന്ന് പറയുന്നത് യഥാർത്ഥത്തില് മാക്സിമൈസ് ചെയ്തിരിക്കുന്ന ഒരു DA മൈലേജ് അലവൻസ്, ഒരു DA എന്ന് പറഞ്ഞാൽ ഡെയിലി അലവൻസ് ആയിട്ട് അതിനെ ലിമിറ്റ് ചെയ്യാറുണ്ട്. ഇനി പിന്നെ പറയും ഡെയിലി അലവൻസ്. ഡെയിലി അലവൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിഫോം അലവൻസ് ഫോർ ഈച്ച് ഡേ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പൊ ആ ഡെയിലി അലവൻസ് എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഓർഡിനറി ചാർജസ് ഉണ്ട്. ഓർഡിനറി ചാർജസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് വേണമെങ്കിലും പറയാം. ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ചായ കുടിക്കണം, ഭക്ഷണം കഴിക്കണം, എവിടെയെങ്കിലും ഒന്ന് താമസിക്കണം, അത്യാവശ്യ കാര്യങ്ങൾ നടക്കണം എന്ന് പറഞ്ഞ് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ 3 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാനുള്ള പൈസയോ, ഇപ്പം എന്താ പറയാ, നമ്മളില് ഇവിടെ ഉണ്ടല്ലോ, എന്തൊരു കാപ്പി കുടിക്കാൻ 390 രൂപ കൊടുക്കുന്നു. സ്റ്റാർബക്സ് ഒരു കട്ടൻ കാപ്പിക്കും ബ്ലാക്ക് കോഫിക്കും 390 രൂപ. അത്രയൊന്നും വാങ്ങിച്ച് കുടിക്കാനൊന്നും സർക്കാർ സമ്മതിക്കത്തില്ല. അതൊക്കെ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനതൊരു തമാശ രൂപത്തിൽ പറഞ്ഞതാ. ഡോണ്ട് ടേക്ക് ഇറ്റ് ഇൻ ദ സീരിയസ് സെൻസ്. മനസ്സിലായില്ലേ പറഞ്ഞേ? അപ്പൊ അത് മനസ്സിലാക്കുക. നമുക്ക് നമ്മളുടെ അത്യാവശ്യ ചെലവുകൾ, ഇപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കണം. ഇപ്പൊ നമ്മളിപ്പം മസ്കറ്റ് ഹോട്ടലിൽ കയറി ചോറുണ്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഒരു മസാല ദോശക്ക് 900 രൂപ വില എടുത്ത് മസാല ദോശ കഴിച്ചെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ആരും പൈസ തരത്തില്ല. എനിക്കൊരു നോർമൽ റേറ്റ്, അതിന് നല്ല ഭംഗിയായിട്ട് നമുക്ക് സൗകര്യാർത്ഥം കഴിക്കാൻ ഉള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ TA ക്ലെയിം ചെയ്യാനുള്ള മാക്സിമം പീരീഡ്, ഞാൻ അതുകൂടെ 1-2 കാര്യങ്ങളൂടെ പറഞ്ഞു നിർത്തിയേക്കാം. ഇത് പറഞ്ഞാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസും സംശയങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഓണം കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് ഇതിനായിട്ട് മാത്രം അങ്ങ് നീക്കി വെക്കാം. എല്ലാവരുടെ സംശയങ്ങളും നോട്ട് ചെയ്തുകൊണ്ട് വരിക, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇതിന് നമുക്ക് ക്ലെയിം ചെയ്യാവുന്ന ലിമിറ്റേഷൻ പീരീഡ് 2 years ആണ്. 2 years. അത് ഓർത്തോളുക. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഈ TA ബില്ല് ആരെങ്കിലും ക്ലെയിം ചെയ്യാതെ ഉണ്ടെങ്കിൽ 2 വർഷത്തിനകത്ത് നമുക്ക് സാങ്ഷൻ ചെയ്താൽ മതി. 2 വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടും. ഇനി ഈ ഡെയിലി അലവൻസും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു. ഇനി വേറൊരു കാര്യമുണ്ട്, അതിന് നമ്മൾക്ക് എയർ ജേണിക്ക് പ്രത്യേകം പറയുന്നുണ്ട്. ഇനിയും ട്രാൻസ്ഫർ TA കാര്യം കൂടെ പറഞ്ഞ് ഞാനങ്ങ് അവസാനിപ്പിച്ചോളാം. നമുക്ക് ഈ ട്രാൻസ്ഫർ TA എന്ന് പറയുമ്പോൾ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകാം. അത് നമുക്ക് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് എത്ര നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഭാര്യ, ഭർത്താവ്, മക്കള്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഡിപ്പെൻഡൻസ്, അച്ഛന്, അമ്മ, ഇതൊക്കെ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ യാത്ര ചെയ്യുന്ന അതേ ക്ലാസ്സിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റും.
സെക്കൻഡ് AC ആണ് സെക്കൻഡ് AC, തേർഡ് AC ആണ് തേർഡ് AC. അത് അക്കോർഡിംഗ് ടു ദ ഗ്രേഡ്. ഗ്രേഡ് ഞാൻ പറഞ്ഞു. പിന്നെ അവർ ഇപ്പൊ ഈ വരുന്നവർക്ക് അപ്പൊ ഈ ഓഫീസർക്ക് മാത്രമാണോ ഭക്ഷണം കഴിക്കാവുന്നത്? അയാൾ മാത്രം ട്രെയിനിൽ നിന്ന് കട്ട്ലറ്റ് വാങ്ങിച്ചു കഴിക്കുന്നു, ബ്രെഡ് ഓംലെറ്റ് വാങ്ങിച്ചു കഴിക്കുന്നു, ഇങ്ങനൊന്നും അല്ല. കൂടെ ഉള്ളവർക്ക് വാങ്ങിച്ചു കൊടുക്കണം. അതിന് ഇൻസിഡന്റൽ എക്സ്പെൻസ് അനുവദിച്ചിട്ടുണ്ട്. മാക്സിമം 3 ആണ് അനുവദിച്ചിരിക്കുന്നത്. ഇപ്പൊ 2 പേരെ പോകുന്നുള്ളെങ്കിൽ 2 കിട്ടത്തുള്ളൂ. 3 പേര് പോവുകയാണെങ്കിൽ 3 കിട്ടും. 5 പേരുണ്ടെങ്കിൽ 3 കിട്ടത്തുള്ളൂ. Did you get the point? ഒരാളെ പോകുന്നെങ്കിൽ 1 ഇൻസിഡന്റൽ എക്സ്പെൻസേ കിട്ടത്തുള്ളൂ. 2 പേരാ പോകുന്ന 2 എണ്ണേ കിട്ടത്തുള്ളൂ. 3 പേരാ പോകുന്നത് 3 എണ്ണം കിട്ടും. 5 പേരാണ് പോകുന്നെങ്കിലും 3 ഇൻസിഡന്റൽ എക്സ്പെൻസേ കിട്ടും. അപ്പൊ ഇൻസിഡന്റൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് ഈ യാത്രക്കാരന് എന്ന് പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥന് ഏത് ക്ലാസ്സിലാണോ യാത്ര ചെയ്യുന്നത് ആ ക്ലാസ്സിൽ തന്നെ യാത്ര ചെയ്യാൻ പറ്റും. പ്ലസ് മാക്സിമം 3 ഇൻസിഡന്റൽ എക്സ്പെൻസ് ആണ് കിട്ടുന്നത്. അത് ഓർത്തുകൊള്ളുക. പിന്നെ ഈ പറയുന്നത് പോലെ അവർക്ക് പേഴ്സണൽ എഫക്ട്സ് മാക്സിമം 3000 കിലോ. അത് ഗ്രേഡ് 1-നാണ് 3000 കിലോ. ഇത് 2500, 2000, 1500 എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ലോറിയിലോ ഇഷ്ടമുള്ളതിലോ കൊണ്ടുപോകാം. പക്ഷേ ഗുഡ്സ് ഫെയർ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. പിന്നെ ഒരു കാര്യമുണ്ട്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ്. അതും പറയുന്നുണ്ട്. 600, 800 ആ ഒരു റേറ്റ് പറയുന്നുണ്ട്. 1000 അല്ലെങ്കിൽ അതിൽ പേ റിവിഷൻ ഓർഡറിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ പുതിയ പേ റിവിഷനിലും പറയുന്നുണ്ട് എത്രയാണ് ലോഡിംഗ് അൺലോഡിംഗ് ചാർജസ്. ഇത്തരം കൂടെ ചേർത്താണ് ട്രാൻസ്പോർട്ട് കിട്ടുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. ഈ പിന്നെ നമ്മുടെ വാഹനം കൊണ്ടുപോകുന്നതിന് ഒരു ചാർജ് കിട്ടും. പിന്നെ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥൻ ഏത് ക്ലാസ്സിലാണോ യാത്ര ചെയ്യുന്നത് ആ ക്ലാസ്സിൽ യാത്ര ചെയ്യാം. പരമാവധിയാണ് ഞാൻ പറഞ്ഞത് 3 ഇൻസിഡന്റൽ എക്സ്പെൻസ് കിട്ടും. പേഴ്സണൽ എഫക്ട്സ് അതിന് ഗ്രേഡ് അനുസരിച്ച് എത്ര കിലോഗ്രാം കൊണ്ടുപോകാമെന്ന് തിരിച്ചിട്ടുണ്ട്. ആ തിരിച്ചിരിക്കുന്നതനുസരിച്ച് അവർക്ക് കൊണ്ടുപോകാം. അതിന് ഗുഡ്സ് ഫെയർ ആണ് സർക്കാർ തരുന്നത്. ബാക്കി കൊടുത്ത ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ലിമിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഞാൻ 50,400, അതായത് ഗ്രേഡ് 1 ഓഫീസേഴ്സിന് 3000 കിലോഗ്രാം കൊണ്ടുപോകാം. ലോഡിംഗ് അൺലോഡിംഗ് ചാർജ് എന്ന് പറയുന്നത് 800 അറ്റ് ഈച്ച് എൻഡ്. കയറ്റുന്നതിന് 800 രൂപ, ഇറക്കുന്നതിന് 800 രൂപ. ഇതൊന്നും കൊടുത്താലൊന്നും ആരും കയറ്റത്തുമില്ല, ആരും ഇറക്കത്തൊന്നുമില്ല. പിന്നെ പുസ്തകത്തിൽ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു തരിക. പിന്നെ മറ്റു ഓഫീസേഴ്സിന് ഇതനുസരിച്ച് പ്രൊപ്പോർഷനേറ്റ് കുറവുണ്ട്, അതനുസരിച്ച് കൊണ്ടുപോകാം. അത് പുതിയ പേ റിവിഷനനുസരിച്ച് എത്ര രൂപയാണോ പറഞ്ഞിരിക്കുന്നത് ആ രൂപ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ഇടയ്ക്ക്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ലീവ് ട്രാവൽ കൺസെഷൻ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലീവ് ട്രാവൽ കൺസെഷൻ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതിൽ നമുക്ക് മാക്സിമൈസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 15 വർഷം സർവീസ് കഴിഞ്ഞവർക്ക് പറ്റും. അതൊക്കെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം. അതിന്റെ ഗവൺമെന്റ് ഓർഡറുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തേക്കാം. ഇപ്പൊ നൗ ദ ടൈം ഇസ് ഗെറ്റിംഗ് 9:30. നിങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ 8 മണി മുതലേ ഞാൻ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ശ്വാസം വിടാതെ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്ത് അടുത്ത ദിവസത്തെ ക്ലാസ്സിലേക്ക് നീങ്ങാം. ചോദിച്ചോളൂ. ശ്വാസം വിടാതെ കുറെ കാര്യങ്ങളങ്ങ് പറഞ്ഞ്. സംശയങ്ങൾ ഓപ്പൺ ആയിട്ട് ചോദിക്കണം. സാറ് സെഷനിലെ സംശയങ്ങൾ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്ക് അഡ്വാൻസ് TA കിട്ടും. അഡ്വാൻസ് TA നമ്മുടെ ടോട്ടൽ ടിയുടെ നമുക്ക് 75% വരെ കിട്ടും. അടുത്ത മാസം തന്നെ സെറ്റിൽ ചെയ്യണം. ഇല്ലെങ്കിൽ 12.5% നിരക്കിൽ പലിശ തിരിച്ചു കൊടുക്കേണ്ടി വരും. അത് ഓർത്തോളുക, അത് ഓർക്കേണ്ട കാര്യമാണ്. ഓക്കെ, കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പറയാൻ, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ് സർ. യെസ് സാറ് ഞാൻ ഇച്ചിരി ലേറ്റായിട്ടാ കയറാൻ പറ്റിയത്. കഴിഞ്ഞായിരുന്നോ സർ? പേ ഫിക്സേഷൻ ഒക്കെ കഴിഞ്ഞായിരുന്നു സർ? പേ ഫിക്സേഷന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറഞ്ഞില്ല.
പേ ഫിക്സേഷൻ 28 അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അടുത്ത ഒരു പ്രോബ്ലത്തോടു കൂടി പറഞ്ഞു തരണം. അതുകൊണ്ട് ഞാൻ ഇന്നത് അത് അടുത്ത ദിവസമായിട്ട് ഇച്ചിരി വിശദമായിട്ട് പറഞ്ഞു തരാം. പേ ഫിക്സേഷന്റെ കാര്യം ഇന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം TA കൂടെ ഫസ്റ്റ് വോളിയം തീർക്കേണ്ടി ഉള്ളതുകൊണ്ടാണ് ഞാനത് അവിടെ ഇവിടെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പോർഷൻസ് എടുത്ത് പറഞ്ഞു തന്നെ. മാത്രമല്ല, നിങ്ങളെ സംബന്ധിച്ച് ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സീരിയസ് തിങ്. നിങ്ങളല്ല ഫിക്സ് ചെയ്യുന്നത്, AG ആണ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊരു ഒരു വേവലാതി വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം ടച്ച് ചെയ്യാതെ പോയത്. ശരി സർ, ഓക്കെ. If you have got any kind of doubts, you make it personally, then I will definitely give you proper answer. Okay. സാറേ, റിട്ടയർമെന്റ് ഏജ് 56 60 ആക്കിയല്ലോ. അപ്പൊ നമ്മളുടെ GIS SLA ഒക്കെ 56 തീരും. അത് കഴിഞ്ഞ് നമ്മൾ എടുക്കണോ അതോ അവിടെ വെച്ച് നിർത്തണോ? എനിക്ക് GIS തീർക്കണം, പിന്നെ തുടരും SLI തീരും. പിന്നെ വേണമെങ്കിൽ നമുക്ക് തുടർന്നാൽ അതിനനുസരിച്ചുള്ള തുകയോടെ കിട്ടുമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മള് എന്റെ അഭിപ്രായത്തിൽ പിൻവലിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ല, GIS തീരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അതും കണ്ടിന്യൂ ചെയ്യണോ അന്നേരം? GIS കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്യണം. SLI മാത്രമല്ല, നിങ്ങളുടെ ഒരു പോളിസി എടുത്ത് നോക്കണം. SLIയുടെ പോളിസിയിലെ അത് വാലിഡ് അപ് ടു എന്ന് അതിനകത്ത് കാണും. അപ്പൊ അത് വാലിഡ് അപ് ടു ഈ മെയ് മാത്രമേ വരെ വരുന്നുള്ളായിരുന്നു. അപ്പൊ അതനുസരിച്ച് അപ്പൊ അത് ക്ലോസ് ചെയ്യണം. വാലിഡ് അപ് ടു, പിന്നെ അതിന് വാലിഡിറ്റി ഇല്ലല്ലോ, പോളിസി ഇല്ലേ. കാരണം ഡോക്ടർക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ പോളിസി which is given by the competent authority, that is valid. അപ്പൊ താങ്കൾ പിന്നെ പൈസ അടച്ചു കഴിഞ്ഞാല് ആ പൈസ തിരിച്ചു കിട്ടും. പക്ഷെ അതില് എത്രത്തോളം ആനുകൂല്യങ്ങൾ തിരിച്ചു കിട്ടും എന്നുള്ള കാര്യം that I don't know. പറയാൻ പറ്റും. ഓക്കെ സാർ, എനിക്കൊരു ജനറൽ ആയിട്ടുള്ളൊരു സംശയമാണ്. ചോദിച്ചോട്ടെ. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇങ്ങനെ കുറച്ച് നമ്മുടെ ഹൈറാർക്കി പോസ്റ്റുകളുണ്ട്. അപ്പം മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുമായിട്ട് റാങ്കിൽ ഉള്ള ഇത് അറിയാൻ വേണ്ടി നമ്മുടെ പേ വെച്ചിട്ടാണോ ഇത് പറയുന്നത്? തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. നമ്മളെ ഉദ്യോഗസ്ഥരെ ഗ്രേഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് പുതിയ പേറോഷനിൽ 50,000 ഞാൻ നോക്കിയിട്ട് ഇപ്പൊ പറഞ്ഞുതരാം. അതില് തിരുത്തിയിട്ടുണ്ട്. ഗ്രേഡ് 1, ഗ്രേഡ് 2A, ഗ്രേഡ് 3, ഗ്രേഡ് 4 എന്നിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടേ, 77,200 തൊട്ട് 1,66,800 വരെ A, പിന്നെ B എന്ന് പറഞ്ഞാൽ 50,200 തൊട്ട് 1,23,700, പിന്നെ ഗ്രൂപ്പ് C എന്ന് പറഞ്ഞാൽ 23,700 തൊട്ട് 95,600 വരെ, പിന്നെ ഗ്രൂപ്പ് D എന്ന് പറഞ്ഞാൽ 23,000 തൊട്ട് 50,200 വരെ. ഇങ്ങനെയാണ് അതിനെ തിരിച്ചിരിക്കുന്നത്. ഞാൻ റിലവന്റ് പോർഷൻ നമ്മളുടെ പേറൂഷൻ ഓർഡറിന്റെ ഞാൻ അത് ഇട്ട് തരാം കേട്ടോ. ഇട്ടേക്കാം, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ സർ, ഓക്കെ. സാറേ, ഡോക്ടേഴ്സിന് 15 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ഗ്രേഡ് ഉണ്ട്. ബാക്കിയുള്ളവർക്ക് 21-ലോ 22-ലോ ഒരു ഗ്രേഡ് കൊടുക്കുന്നുണ്ടല്ലോ. 22 ഗ്രേഡ് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾക്ക് അതിനിടയ്ക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല ഡോക്ടറെ. റെഗുലർ പ്രൊമോഷൻ കിട്ടാത്തവർക്കാണ് ഗ്രേഡ് പ്രൊമോഷൻ കൊടുക്കുന്നത്. അപ്പൊ ഗ്രേഡ് പ്രൊമോഷൻ കിട്ടുന്ന റെഗുലർ പ്രൊമോഷൻ, അതിനെ പറയുന്നത് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ആ ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞു, ചില പോസ്റ്റിൽ അവർക്ക് പ്രൊമോഷൻ സാധ്യതയില്ല. അതിന് പകരം അവർക്കൊരു ഒരു ഇൻസെന്റീവ് അല്ലെങ്കിൽ അവർക്കൊരു അപ്രൈസൽ എന്നുള്ള രീതിയിലാണ് ഇത് ഗ്രേഡ് പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ സർ, ഈ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഫീ ഒക്കെ പറയുമ്പോൾ ഗവൺമെന്റ് ഓർഡറിൽ പറയുന്നത് അസിസ്റ്റന്റ് സർജന് ഇത്, സിവിൽ സർജന് ഇത്ര, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം അലവൻസ് ആണോ? ഇല്ല, ഒരു സർട്ടിഫിക്കറ്റ് ഫീ അതിൽ സിവിൽ സർജന്റെ അതേ പിന്നെ അതേ പെയ്ഡ് ഇത് ഹയർ ഗ്രേഡ് ആണെങ്കിലും അതേ ഇത് സർട്ടിഫിക്കറ്റ് ഫീ മേടിക്കാവോ, അതോ അസിസ്റ്റന്റ് സർജന്റെ മാത്രം? അസിസ്റ്റന്റ് സർജൻ ഹയർ ഗ്രേഡ് ആണെങ്കിൽ അല്ല, ഇപ്പൊ നമ്മൾ അസിസ്റ്റന്റ് സർജനുള്ള പോസ്റ്റ് അസിസ്റ്റന്റ് സർജൻ തന്നെയാണ്. ഹയർ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ആ ഗ്രേഡ് തരുകയല്ലേ. അപ്പൊ അതിന്റെ അതർ പോസ്റ്റിന് വാങ്ങിക്കാൻ പറ്റുമോ? അപ്പോഴ് അസിസ്റ്റന്റ് സർജന്റെ മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ? കേഡർ മാറിയാലല്ലേ അതനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു സർ.
ഞാൻ പറഞ്ഞു LTCയുടെ ഓർഡർ ഞാൻ പറഞ്ഞു. LTC എന്ന് പറയുന്നത് GOP 5/2013 ഈ വിഷയം സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത്. 5/2013, 15 വർഷം തുടർച്ചയായിട്ട് റെഗുലർ സർവീസ് ഉള്ളവർക്കാണ് ഇത് കൊടുക്കാവുന്നത്, ഇത് എടുക്കാവുന്നത്. കുടുംബത്തിനെ കൊണ്ടുപോകാം. അതിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റീഇംബേഴ്സ്മെന്റ് കിട്ടുന്നുണ്ട്, അഡ്വാൻസ് കിട്ടും. അതെല്ലാം വേണമെങ്കിൽ ഞാൻ ആ ഓർഡറുകളൊക്കെ വേണമെങ്കിൽ ഞാനൊന്ന് ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഇനിയും സുനിത ഡോക്ടറെ കൺക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ ബിന്ദു ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഡ് ഓക്കെ ചെയ്ത് സാറേ. നമുക്ക് പറഞ്ഞു. ഓക്കെ സാറേ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വേണ്ടി വളരെ ഉപകാരപ്രദമായ ക്ലാസ് ആയിരുന്നു സാറേ. കാരണം ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് പുതിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു. കാരണം ടിയുടെ കാര്യങ്ങളാണെങ്കിലും സാറ് പറഞ്ഞ സസ്പെൻഷൻ വിഷയങ്ങളാണെങ്കിലും നമുക്ക് അത്ര പരിചിതമല്ലാത്ത, എപ്പോഴും ഡീൽ ചെയ്യാത്ത കാര്യങ്ങളായതുകൊണ്ട് കുറേയേറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. സാർ അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് തന്നു. ബാക്കി ഗ്രൂപ്പിൽ ഇപ്പൊ കുറച്ച് പേര് ആഡ് ചെയ്യാം, നമ്പേഴ്സ് തന്നിട്ടുണ്ട്, ഞാൻ അവരെ ആഡ് ചെയ്യാം. പിന്നെ മറ്റ് ജില്ലകളിൽ നിന്നുള്ളവര് ആഡ് ചെയ്യേണ്ടവർ ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിമാരെയോ പ്രസിഡന്റിനെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ ആഡ് ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി നിങ്ങളുടെ നമ്പർ അയച്ചു തന്നാൽ ഞാനും ആഡ് ചെയ്യാം. പിന്നെ നമുക്കിനി ഓണം കഴിഞ്ഞ് പണ്ടാല സാറിനും ഫാമിലിക്കും ഒരു വളരെ വളരെ ഹാപ്പി ഓണം ആശംസിക്കുകയാണ്. ഡോക്ടറെ ഫാമിലി ഒന്നും എന്റെ കൂടെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കും കുറെ പുസ്തകങ്ങളും എന്റെ കൂടെ ഉള്ളത്. ഫാമിലി എല്ലാത്തിനും വരുത്തണം. നോക്കട്ടെ, ഞാനിപ്പോ ഓണം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നാലും ഞാൻ പറയുക, 2 ദിവസം കഴിഞ്ഞ് ഞാൻ മൂകാംബിയെ പോവാണ്. അത് കഴിഞ്ഞ് ഞാൻ കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ പോകുന്നു 10 ദിവസത്തേക്ക്. അതൊക്കെ കഴിഞ്ഞ് ഇതിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ ക്ലാസ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്നെ വളരെ എനിക്ക് ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ പിന്നെ ഐ എം മേക്കിംഗ് ആൻ അപ്പോളജി. കാരണം എന്ന് പറയുന്നത് വളരെ സ്പീഡിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇതൊരു ഡ്രൈ സബ്ജക്റ്റുമാണ്. പിന്നെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഞാൻ എന്താ പറയുന്നത് എടുത്ത് തന്നിരിക്കുന്നത്. നമ്മൾ മിക്സ്ചറിനകത്ത് നിന്ന് കപ്പലണ്ടി മാത്രവും അല്ലെങ്കിൽ കാഷ്യൂനട്ട് മാത്രം എടുത്ത് കഴിക്കുമല്ലോ. പലരും മിക്സ്ചർ കൊണ്ട് വെക്കുമ്പോൾ എന്ന് പറയുന്നത് പോലെ ഇതൊരു മിക്സ്ചറാണ്. മിക്സ്ചറിൽ നിന്ന് കപ്പലണ്ടി അണ്ടിപ്പരിപ്പും ഒക്കെ എടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരികയാണ് ഞാൻ ചെയ്തത്. എനിവേ ഐ എം നോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ്. പക്ഷെ എന്നാൽ എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. പിന്നെ എനിക്ക് ഒരു കാര്യം കൂടെ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ആർക്ക് എന്നാൽ കഴിയുന്ന ഗവൺമെന്റ് ഓർഡേഴ്സ്, അത്യാവശ്യമുള്ള എല്ലാ ഓർഡേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഐ വിൽ സെൻഡ് ഇറ്റ്. ഞാൻ എല്ലാവർക്കും ഈ പറയുന്നതിൽ എന്തെങ്കിലും ഈ സർവീസ് സംബന്ധമായ സംശയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അറ്റ് എനി ടൈം യു ക്യാൻ മേക്ക്, അത് എന്തായാലും ചോദിക്കാം. തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തു നിന്ന് പരിപൂർണ സഹകരണം ഉണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഇതിൽ സഹകരിച്ചവർക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ചും എല്ലാ ഡോക്ടേഴ്സിനും, മക്കളുടെ പ്രായമുള്ളവരുണ്ടാകാം, സുഹൃത്തുക്കളുടെ പ്രായമുള്ളവരുണ്ടാകാം, എല്ലാവർക്കും ഒരു നല്ല സമ്പൽ സമൃദ്ധിയാർന്ന ഓണം. എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും എല്ലാം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളും എല്ലാവരുമായിട്ട് ഈ ഓണം ഏറ്റവും നല്ല ഓണവും ഏറ്റവും നല്ല ഓർമ്മയിൽ നിൽക്കുന്ന ഓണമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഡ്വാൻസ് വിഷ് ചെയ്യാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ മീറ്റിംഗിൽ കയറിയ എല്ലാ മെമ്പേഴ്സിനും നമ്മൾ ട്രിവാൻഡ്രം KG മോഡ് പേരിലും സ്റ്റേറ്റ് അക്കാഡമിക് സെല്ലിന്റെ പേരിലുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സർ.